ജീവൻ നൽകിയിടും ജീവന്റെ നീ, ദാഹം തീർക്കും ജീവനാഥി. വേറൊന്നിനാലും ഞാൻ തൃപ്തനാവില്ല, എന്റെ ദാഹം നിന്നിൽ തന്നെയാ. ജീവൻ നൽകിയിടും ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവനാഥി. സ്നേഹിക്കുന്നേ 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 യേശുവേ, സ്നേഹിക്കുന്നേ അപ്പാ, സ്നേഹിക്കുന്നേ സ്നേഹിക്കുന്നേ യേശുവേ. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങയല്ലാതെ അങ്ങേയല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ. അങ്ങേ പിരിഞ്ഞും അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങയല്ലാതെ അങ്ങേയല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ. നേസിக்கிறേ 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 യേശയ്യാ. നേസിக்கிறേ 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 യേശയ്യാ. ദിനവും ഉന്നോട് ചേർന്ന് ദിനവും ഉന്മാദം സാഴ്ന്ന് ദിനവും ഉന്നോട് ചേർന്ന് ദിനവും ഉന്മാർവിൽ സാഴ്ന്ന് முடியாது அன்பே உயிரே என் ஈஸ்வரா, விலக முடியாது அன்பே உயிரே என் ஈஸ்வரா. പരിശുദ്ധനും നിത്യനും നീതിമാനുമായ സർവശക്തനാം ദൈവമേ, അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ അടച്ചു വരുന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുണ്ടല്ലോ. അങ്ങയുടെ അളവറ്റ കൃപ ഞങ്ങൾ ചോദിക്കുന്നപ്പാ, ഈ രാത്രിയിൽ ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവെ. ഊരിപ്പിടിച്ച വാളമായി ദൈവദൂതന്മാർ ഇന്ന് ഈ ആലയത്തിന് ചുറ്റും കാവൽ നിൽക്കട്ടെ. ജനത്തിന്റെ ഏകാഗ്രതയെ കെടുത്തി കളയുന്ന എല്ലാ ദുരാത്മ മണ്ഡലവും ഇന്ന് രാത്രി ബന്ധിക്കപ്പെടട്ടെ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിനാൽ ഇന്ന് രാത്രി ആലയത്തിനകത്ത് ഒരു അസാധാരണ ദൈവമഹത്വം ഇന്ന് ചലിക്കട്ടെ. ഓരോരുത്തരുടെ മേലും ദൈവത്തിന്റെ കരുണയുടെ കരം ഇന്ന് രാത്രി ചലിക്കട്ടെ. കർത്താവെ, സ്തുതിക്കുന്ന ദൈവജനത്തിന്റെ മേൽ ഒരു ശക്തമായ അഭിഷേകം ഇന്ന് രാത്രി പകരപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. പൗലോസ് പ്രാർത്ഥിക്കുന്ന പോലെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞങ്ങൾ സകലത്തിനും മതിയാകുന്നു എന്ന് പറയുന്ന ദൈവവചനത്തിന് ഞങ്ങൾ നിന്നെ സ്തുതിക്കുക. തമ്പുരാനെ, അവിടുത്തെ കൃപ ദൈവം
യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഒരിക്കൽ കൂടി കർത്താവിൻ്റെ നാമത്തിന് നന്ദി പറയുന്നു. ഞാൻ ഒത്തിരി ബഹുമാനിക്കുകയും ആമേൻ സ്തോത്രം ഗുരുതുല്യം കാണുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ രാജു പൂവക്കാൽ പാസ്റ്ററിനെ ഓർത്ത്, എൻ്റെ സ്നേഹിതനായ ജിബിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠ ദൈവഭക്തന്മാരെയും ദൈവം ഇന്ന് രാത്രി അനുഗ്രഹിക്കട്ടെ. അവൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കർത്താവിൻ്റെ ദാസൻ CP മോനായി പാസ്റ്ററെ കാണാൻ ദൈവം ഭാഗ്യം ചെയ്തു. തന്നെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. മോനായി പാസ്റ്ററെ കാണുമ്പോൾ ഞങ്ങളുടെ എൻ്റെ ആരംഭം ആമേൻ ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് ദൈവത്തോടുള്ള നന്ദികേടാണ്. ഞാൻ 94 സ്നാനപ്പെടുന്നത്. 94 രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒരിടമില്ല. ദൈവം എനിക്ക് തന്ന ഒരു നല്ല ദൈവദാസനുണ്ട്, കർത്താവിൻ്റെ ദാസൻ ജോഷി പാസ്റ്റർ. ഞാൻ രക്ഷിക്കപ്പെട്ട് വന്നപ്പോൾ എനിക്ക് ഒരുപാട് ദൈവദാസന്മാരുമായിട്ടൊന്നും പരിചയമില്ല. എനിക്കാകെ അറിയാവുന്ന എൻ്റെ ദൈവദാസനാണ്. ആ ദൈവദാസൻ ആമേൻ എനിക്ക് തന്ന ഏറ്റവും നല്ലൊരു മാതൃക. ആമേൻ 2 മണിക്ക് ആ ദൈവദാസൻ എഴുന്നേക്കും. 2 മണി മുതൽ മുറിക്കകത്ത് കയറി നേരം വെളുക്കുന്നവർ വരെ ആമേൻ ആ മനുഷ്യൻ പ്രാർത്ഥിക്കും. അപ്പം ഞാൻ രക്ഷിക്കപ്പെട്ട് വന്നപ്പോൾ ഞാൻ കണ്ട എൻ്റെ ദൈവദാസനിൽ നിന്ന് കണ്ടത് ശക്തമായി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ മനുഷ്യനെയാണ്. അതുകൊണ്ട് എൻ്റെ അകത്തും രക്ഷിക്കപ്പെട്ട് വന്നപ്പോൾ ഏക ആഗ്രഹമുണ്ടായത് ഈ ദൈവദാസൻ പ്രാർത്ഥിക്കുന്നത് പോലെ എനിക്കും ഒന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ സാക്ഷ്യമൊക്കെ ഞാൻ പറഞ്ഞതാ, ഇനി അതൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്റർ മണിക്കൂറുകൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? ഈ 5 മണിക്കൂറൊക്കെ ഒരൊറ്റ ഇരിപ്പിരുന്ന് അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കും. മോനെ, യേശു നല്ലവനെന്ന് രുചിച്ചറിഞ്ഞാൽ നിനക്കും പ്രാർത്ഥിക്കാൻ കഴിയും. അങ്ങനെ പാസ്റ്ററിന്റെ വീട്ടിൽ ഞാൻ ചെല്ലും. 2 മുറിയുണ്ട്. ഒരു മുറിക്കകത്ത് പാസ്റ്റർ എന്നെ കയറ്റും. എൻ്റെ പ്രാർത്ഥന 5 മിനിറ്റ് കൊണ്ട് തീരും. ഞാൻ 5 മിനിറ്റ് കൊണ്ട് തീർക്കുന്ന പ്രാർത്ഥന പാസ്റ്റർ 5 മണിക്കൂർ കൊണ്ട് തീർക്കും. എനിക്ക് ഭയങ്കര ആവേശമായി, എങ്ങനെയും പ്രാർത്ഥിക്കണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. എൻ്റെ ലൈഫ് ദൈവം മാറ്റി. രക്ഷിക്കപ്പെട്ട് വന്ന നിമിഷങ്ങളിൽ 2-3 മണിക്കൂറേ ഞാൻ ഉള്ളായിരുന്നു. ഉറങ്ങിയിട്ട് സ്തോത്രം രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കും. അല്പസമയം കിടന്നുറങ്ങും. പിന്നെ വെളുപ്പിന് 3 മണിക്ക് എഴുന്നേക്കും. നേരം വെളുക്കുന്നവരെ അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കും. ഇതായിരുന്നു തുടക്കം. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കൊരു ഇടമില്ല. എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും? ഞങ്ങൾക്ക് അന്ന് ചർച്ചില്ല. എൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിലാണ് സഭായോഗം നടക്കുന്നത്. അത് കടലിൻ്റെ തീരത്തുള്ള ഒരു കൊച്ചുമുറിയാണ്. അതിനകത്തിരുന്ന് പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല. അവർ കുടുംബം അവിടെ താമസിക്കുന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ജോഷി പാസ്റ്റർ എന്നോട് പറഞ്ഞു, എടാ, എൻ്റെ സ്നേഹിതനായ ഒരു ദൈവദാസനുണ്ട്. തൻ്റെ വൈഫ് ഹൗസ് ആമേൻ അവിടെയാണ്, കാക്കനാടാണ്. അവിടെ നമുക്ക് CP മോനായി എന്ന് പറഞ്ഞൊരു പാസ്റ്ററുണ്ട്. ആ പാസ്റ്ററോട് ചോദിച്ചിട്ട് ആ ചർച്ചിൽ പോയി ഇരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ കർത്താവിൻ്റെ ദാസനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കാക്കനാട് ന്യൂ ഇന്ത്യ ചർച്ചക്കോടിൻ്റെ പാസ്റ്റർ ആയിരിക്കുമ്പോൾ 94-95. അങ്ങനെ ആ ദൈവദാസനെ ചെന്ന് കണ്ടു. പാസ്റ്റർ പറഞ്ഞു, ചൂടുവെള്ളവും കാപ്പിയും ഞാൻ തന്നേക്കാം, ഇഷ്ടം പോലെ പ്രാർത്ഥിച്ചോ. അങ്ങനെ എല്ലാ ദിവസവും ഞങ്ങൾ തിങ്കളാഴ്ച വെളുപ്പിന് 5 മണിയാകുമ്പോൾ വീട്ടിൽ നിന്നിറങ്ങി 6 മണിക്ക് മോനായി പാസ്റ്ററിൻ്റെ ചർച്ചിൽ ചെല്ലും. ചർച്ച് തുറന്നു തരും. ഞങ്ങൾ 2 പേരും കൂടി അതിനകത്തിരുന്ന് തിങ്കളും ചൊവ്വയും പ്രാർത്ഥിക്കും. ചൊവ്വാഴ്ചത്തെ കഴിഞ്ഞ് ബുധനാഴ്ച രാവിലെ അവിടെ നിന്ന് പോകും. ചില ദിവസങ്ങൾ രാത്രി 6 മണിക്ക് വന്ന് ആ ചർച്ചിൽ കയറും. നേരം വെളുക്കുന്നത് വരെ അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് തുടങ്ങിയതാ ഇന്ന് കൃപയാൽ ഇവിടം വരെ എത്തിയത്. സ്തോത്രം ചെയ്തേ. വിട്ടുകളയാത്തതൊന്നുണ്ട്. ആ പ്രാർത്ഥന ഇന്നും വിട്ടുകളഞ്ഞിട്ടില്ല. മരണം വരെ പ്രാർത്ഥന തുടരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന അഭിഷിക്തന്മാരോട് പറയാ, നിങ്ങൾക്കൊന്നും കഴിഞ്ഞില്ലെന്ന് കരുതി ഭാരപ്പെടണ്ട. പ്രാർത്ഥിക്കുന്നവനെ പുറത്തു കൊണ്ടുവരുന്ന ഒരു അസാധാരണമായ ദൈവമഹത്വം ഇന്ന് രാത്രി ഇതിന് നടുവിലുണ്ട്. ഞാൻ ഇങ്ങനെ പറയാ, പ്രസംഗിക്കുന്നവനെ പിശാചിന് പേടിയില്ല, പ്രസംഗിക്കുന്നവനെ പിശാചിന് ഒരു ഭയവുമില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്നവന് പിശാചിന് ഭയമാണ്. പ്രാർത്ഥിക്കുന്നവന്റെ മുഖം കണ്ടാൽ അറിയാം, പ്രാർത്ഥിക്കുന്നവന്റെ ശബ്ദം കേട്ടാൽ അറിയാം, പ്രാർത്ഥിക്കുന്നവരൊരു നോട്ടം നോക്കിയാൽ അറിയാം. ഇന്ന് രാത്രി വേളയിൽ പ്രാർത്ഥിക്കുന്ന അഭിഷേകമുള്ള ചിലത് ഇതിനകത്ത് എഴുന്നേക്കട്ടെ. ആത്മാവ് ഞാൻ ദൂത
പറയാ, പ്രാർത്ഥിക്കുന്നതിന്റെ കൂടാരത്തിനകത്ത് ഇന്ന് രാത്രി ആത്മാവിന്റെ തീ കത്താൻ പോകുക. ആത്മശക്തിയോടെ പറയുന്നു, ഇന്ന് രാത്രിയിൽ ഈ കരിസ്മ മീറ്റിംഗിനകത്ത് പ്രാർത്ഥിക്കുന്ന ദൈവഭക്തന്മാർ എഴുന്നേറ്റ് നിന്ന് അതിശക്തമായ ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഇതിനകത്ത് പകരം. ഞാൻ നിങ്ങളോട് പറയുന്നു, കരമടിക്കണമെങ്കിൽ ശക്തിയോടെ കരമടിക്കണം. കൈ അടിക്കണമെങ്കിൽ ശക്തിയോടെ കൈയടിക്കണം. അന്യഭാഷ പറയുന്നെങ്കിൽ ശക്തിയോടെ അന്യഭാഷ പറയണം. നേരത്തെ പറഞ്ഞ പോലെ നമ്മെ നടത്തിയ ദൈവത്തെ, നമ്മെ പുലർത്തിയ ദൈവത്തെ, നമ്മെ അനുഗ്രഹിച്ച ദൈവത്തെ ഒരു മടിയും വേണ്ട. ദൈവത്തെ ശക്തിയോടെ ഞാൻ പരിശുദ്ധാത്മ നിറവിൽ വിളിച്ചു പറയുന്നു, ശക്തന്മാരായ പ്രാർത്ഥന പോരാളികൾ ഇതിനകത്ത് എഴുന്നേക്കട്ടെ. ശക്തമായി പ്രാർത്ഥിക്കുന്ന, മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന, മണിക്കൂറുകൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വട്ടം യവനക്കാർ ഇതിന്റെ നടുവിൽ നിന്ന് ഇന്ന് രാത്രി വെളി വരട്ടെ. സഭനരഗത അവൻ കർത്താവിൽ പ്രശസ്തനായ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനുണ്ട്. ആ ദൈവദാസന്റെ പേര് മോറിസ് സിർലോ എന്ന് പറയുന്ന ദൈവദാസനാ. നിങ്ങളൊക്കെ കേട്ട് കാണും. മോറിസ് സിർലോ എന്ന് പറയുന്ന ദൈവദാസൻ പ്രസംഗിക്കാൻ വേദിയിൽ വരുമ്പോൾ, താൻ വേദിയിൽ വരുന്നതിന് മുൻപ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അവൻ തന്റെ കീബോർഡിസ്റ്റ് ഉണ്ട്. ആ കീബോർഡിസ്റ്റ് വന്ന് കീബോർഡ് കൈവച്ച് പതുക്കെ ഇങ്ങനെ പ്ലേ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവൻ ഗ്രൗണ്ടിലിരിക്കുന്ന ഭൂതങ്ങൾ അലറാൻ തുടങ്ങും. അവൻ കൈയില്ലാത്ത കാലില്ലാത്ത വീഴ്ചയിലിരിക്കുന്നവൻ ചാടി എഴുന്നേക്കും. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന കാര്യമാ. ഒരിക്കൽ തന്നെ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ ഒരു കൂട്ടർ വന്നിട്ട് ചോദിച്ചു, സഹോദര, നീ കൈവച്ച് കീബോർഡിൽ നോട്ട്സ് വായിക്കുമ്പോൾ ഈ മഹത്വം എന്നാ ചലിക്കുന്നേ? എന്താ ഈ മഹത്വം ചലിക്കുന്നേ? തന്നോട് ശാന്തമായി പറഞ്ഞു, ഇത് കഴിയുമ്പോൾ എന്റെ മുറിക്കകത്തേക്ക് വരണം. മുറിക്കകത്ത് എന്നപ്പോ കണ്ട കാഴ്ച എന്നാന്നറിയാമോ? അവനൊരു കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട്. ആ കാർപ്പറ്റ് മുഴുവൻ കറ പിടിച്ച് കിടക്കുക. ഇത് ഞാൻ കൊണ്ടുവരുന്ന കാർപ്പറ്റാ, ഇതെന്റെ സ്വന്തമായി കാർപ്പറ്റാ. ഇതിൽ കാണുന്ന ഈ കറയുണ്ടല്ലോ, എന്റെ കണ്ണുനീരിന്റെ കറയാ. ഇന്ന് രാത്രി അഭിഷിക്തന്മാരെ, നിങ്ങൾ കീബോർഡ് കൈവെക്കുമ്പോൾ ഈ ജനത്തിന് മേൽ അഭിഷേകം ചലിക്കണം. അവൻ ഇന്ന് വരെ കേരളം കണ്ടിട്ടില്ലാത്ത ഒരു നിയോഗത്തിലേക്ക് ഈ ദൈവസഭ മാറുന്ന ഒരു രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രി പറ, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നാളത്തെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില ഇൻസിഡന്റുകളാണ്. അങ്ങനെയാണെങ്കിൽ ഈ ദൈവസഭ ഒരു ചരിത്രമായി മാറട്ടെ. ഇവിടുത്തെ അഭിഷിക്തന്മാർ ഒരു ചരിത്രമായി മാറട്ടെ. വിശ്വസിക്കുന്നവർ ഈ കരമടിച്ചു ദൈവത്തെ സ്തുതിച്ച് നിങ്ങൾ ഒരു പക്ഷേ ഒരു മെസ്സേജ് കേൾക്കാൻ നിൽക്കരുത്. ഇന്ന് രാത്രി വിടുതലിന്റെ രാത്രിയാ. ഇന്ന് രാത്രി അത്ഭുതങ്ങളുടെ രാത്രിയാ. ഒരു മെസ്സേജ് കേൾക്കുന്നതിനേക്കാൾ അപ്പുറമായി എന്റെ മേൽ ഒരു അഭിഷേകത്തിന്റെ ഒരു പകർച്ച ഇന്ന് രാത്രി വേണം. എന്റെ മേൽ ഒരു ഇമ്പോർട്ടേഷൻ ഇന്ന് രാത്രി വേണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ. നിന്റെ ശരീരത്തിൽ വഹിക്കാൻ കഴിയാത്ത പോലെ ഒരു അഭിഷേകത്തിന്റെ ഒരു വലിയ പകർച്ച കാട്ടുതീ പടരുന്ന പോലെ നിങ്ങൾ അടുത്തിരിക്കുന്ന വ്യക്തിയിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. അടുത്തിരിക്കുന്ന വ്യക്തിയിലേക്ക് ആ ദൈവകൃപ വ്യാപരിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ഓ, എവിടേക്കെയോ നമ്മുടെ തലമുറക്കെതിരെ, നമ്മുടെ കുടുംബങ്ങൾക്കെതിരെ പിശാച് കെട്ടിവെച്ച ചില കെട്ടുകൾ ഇന്ന് രാത്രി പൊട്ടുകയാ. ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ഓ, അന്യഭാഷ പ്രാപിച്ചവർ, അന്യഭാഷകള് ദൈവത്തെ ആരാധിക്കും.
അന്യഭാഷ പ്രാപിച്ചവർ ദൈവത്തെ ആരാധിച്ച്, അന്യഭാഷ പ്രാപിച്ചവർ അന്യഭാഷകളാൽ ദൈവത്തെ ആരാധിച്ച് ഒരു വലിയ ദൈവമഹത്വം നമ്മുടെ തലമുറകളുടെ മേൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ, നമ്മുടെ തലമുറകളുടെ മേൽ വ്യാപരിക്കട്ടെ. ഈ മക്കളുടെ മേൽ ഒരു അഭിഷേകത്തിന്റെ പകർച്ച. അഭിഷേകത്തെ നൽകട്ടെ, പുതിയ ഭാഷ നൽകട്ടെ. അന്യഭാഷയാ നിറയപ്പെടുന്ന കുഞ്ഞുങ്ങൾ അന്യഭാഷ അടയാളത്തോടെ ദൈവം നിറക്കട്ടെ. എല്ലാവരുടെ മേൽ പുത്തൻ അഭിഷേകം. ദൈവമഹത്വം വ്യാപരിക്കട്ടെ, ദൈവ സാന്നിധ്യം ചലിക്കട്ടെ, ദൈവമഹത്വം ചലിക്കട്ടെ, ദൈവത്തിന്റെ കൃപ ചലിക്കട്ടെ. പുത്തൻ അഭിഷേകത്തെ ദൈവമേ, നിന്റെ പുത്രന്റെ മേൽ ഈ അഭിഷേകത്തിന് ഒരുവിധ പകർച്ച. ഈ രാത്രിവേളയിൽ ഈ ആലയത്തിനകത്ത് ഒരു ദൈവമഹത്വം. എല്ലാവരുടെ മേൽ ഈ കൃപ ചലിക്കട്ടെ. ഒരറ്റം മുതൽ മറ്റേയറ്റം വരെ ദൈവ സാന്നിധ്യം. ദൈവദാസന്മാരെ ഒന്നിറങ്ങി കൈവെക്കാമോ? കൈവച്ച് പ്രാർത്ഥിച്ച് ഒരു വലിയ ദൈവിക അഭിഷേകം ഇന്ന് രാത്രി ഇറങ്ങിയ ഒരു ദൈവ മഹത്വം ഇന്ന് രാത്രി വെളിപ്പെടുക. ദൈവ സത്യം. ഒരു അധികാരം ദൈവം പരിശുദ്ധന്മാരെ അങ്ങയുടെ കൃപ, അങ്ങയുടെ അഭിഷേകത്തിന്റെ മേൽ, അങ്ങയുടെ ആശയുടെ മേൽ. പുത്തൻ ശക്തി, പുതിയ അഭിഷേകം, പുതിയ നിറവ്, പുത്തൻ അഭിഷേകം. ശരീരത്തെ ബന്ധിച്ച രോഗശക്തികൾ, ശരീരത്തെ ബന്ധിച്ച പരിശുദ്ധന്മാരെ അങ്ങയുടെ കൃപ ചലിക്കട്ടെ, അങ്ങയുടെ കൃപ ചലിക്കട്ടെ, അങ്ങയുടെ കൃപ ചലിക്കട്ടെ, അങ്ങയുടെ കൃപ ചലിക്കട്ടെ, അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ മഹത്വം. അങ്ങയുടെ കൃപ ചലിക്കട്ടെ, അങ്ങയുടെ സാന്നിധ്യം ചലിക്കട്ടെ.
അന്യഭാഷ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല ദൈവത്തോടത്രേ അവൻ സംസാരിക്കുന്നത്. അവൻ ആത്മാവിൽ നന്മകളെ പ്രസ്താവിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തോട് സംസാരിച്ച് അന്യഭാഷകളാ അഭിഷേകത്താ ഇന്ന് രാത്രി സംസാരിച്ച് ദൈവസഭയ്ക്കെതിരെ, കുടുംബങ്ങൾക്കെതിരെ, ദേശത്തിനെതിരെ, പട്ടണത്തിനെതിരെ ദുഷ്ടപിശാച് കെട്ടിവെച്ച സകല കെട്ടുകളും ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ അഴിയട്ടെ. അഴിയട്ടെ, 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 അഴിയട്ടെ. Jesus, 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 Jesus. Una chana tele rekele, al kanon to rekele, atele se tele una chana, al kanon to bibita sotoro, al kanon
ആത്മാക്കളെ തടുക്കുന്ന സ്നാനത്തെ തടുക്കുന്ന സകല കെട്ടുകളും ഇന്ന് രാത്രി Yes, Jesus. Sanatanata lekele tele tele, Moritanata halkanata rekele, Andal kadaga sara tele, Sampiri banaga sele. ഇന്ന് രാത്രി വെളിപ്പെട്ട് വരട്ടെ, ആ പുച്ഛം വെളിപ്പെട്ട് വരട്ടെ. യഹോവയുടെ പുച്ഛമേ ഉണരുക, ഉണരുക. യഹോവയുടെ പുച്ഛമേ ഉണരുക, ഉണരുക. Sanatala dala rakadala retele regesi liribi orana bala basantala dala. Amen. Sanatele സൗകര്യങ്ങളെ ഒരു സെക്കൻഡ് എല്ലാരും ഒന്ന് എഴുന്നേക്കാമോ? ഒറ്റ സെക്കൻഡ് ആ കൈയൊന്ന് കോർത്ത് പിടിച്ചേ. എഫെസ്യ ലേഖനത്തിൽ ഒരു വാക്യം, ആ വാക്യം എൻ്റെ അകത്ത് ദൈവം തരുന്നു. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന സഭയ്ക്ക് അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. അധികാരം നമുക്കല്ല, അധികാരം എനിക്കല്ല, അധികാരം സഭയ്ക്കാണ്. അവൻ എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന ദൈവസഭയ്ക്ക് അധികാരം കൊടുത്തെങ്കിൽ ഈ തിരുവല്ല പട്ടണത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അന്ധകാര വ്യാപാരത്തെ, ആരാപിച്ചാരങ്ങളെ, മന്ത്രവാദ ശക്തികളെ നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇന്ന് മക ശാസിക്കാൻ പോകുക. അന്യഭാഷ പ്രാപിച്ചവർ ഇന്ന് രാത്രി അന്യഭാഷ പറഞ്ഞു. ഒരു ഭയങ്കര ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി അന്യഭാഷ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അധികാരം അവൻ നിങ്ങളുടെ വലതുകാൽ ഒന്ന് പൊക്കിക്കേ. എന്നിട്ട് പറ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഇന്ന് രാത്രി അധികാരം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ദൈവസഭകൾക്കെതിരെ, ദൈവപ്രവൃത്തികൾക്കെതിരെ, ആത്മശക്തിക്കെതിരെ, കൃപാവരങ്ങൾക്കെതിരെ വ്യാപരിച്ച സകല കെടുതികളും ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് അതിനെ രണ്ട് കരമടിച്ചാരാധിച്ച് Thank you, Jesus. Thank you, Jesus. ജനപ്രിയാവട്ടെ, ആത്മാവിൽ പ്രിയാവട്ടെ, ആത്മാവിൽ പ്രിയാകട്ടെ. ഹൃദയദൃഷ്ടി പ്രകാശിക്കട്ടെ, ഹൃദയദൃഷ്ടികൾ പ്രകാശിക്കട്ടെ. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന്, അവന്റെ വല്ലഭത്വത്തിന്റെ ബലത്തിന്റെ ശക്തി ഇന്നെന്ന് ദൈവജനം ഇന്ന് രാത്രി തിരിച്ചറിയട്ടെ. പണ്ടത്തതുപോലെ ഒരു വലിയ ഉണർവ് ഇതിനകത്ത് ആരംഭിക്കട്ടെ. പണ്ടത്തതുപോലെ ഒരു വലിയ റീവൈവൽ ഇതിനകത്ത് ആരംഭിക്കട്ടെ.
വഴികൾ തുറക്കപ്പെടട്ടെ, വാതിലുകൾ തുറക്കപ്പെടട്ടെ, അത്ഭുതങ്ങൾ തുറക്കപ്പെടട്ടെ. തുറന്നു വരട്ടെ. ആരും അടക്കാതെ തുറക്കുന്ന, ആരും തുറക്കാതെ മടക്കുന്ന ദൈവത്തിന്റെ കര ഇന്ന് രാത്രി ഈ സഭയിൽ വെളിപ്പെട്ടു വരട്ടെ. Holy Spirit, in the name of Jesus. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നിങ്ങൾ ഇരിക്കുന്നതിന് മുൻപ് രണ്ടു വശത്തും നിൽക്കുന്ന ദൈവമക്കളുടെ കരം കൊടുത്ത് പ്രത്യാശയോടെ പറയണം, ഇന്ന് രാത്രി വിടുതലിൻ്റെ രാത്രിയാ, ഇന്ന് രാത്രി വിടുതലിൻ്റെ രാത്രിയാ. ഒന്ന് പ്രവചിച്ച് പറ, പ്രവചിച്ച് കുഞ്ഞെ ഇന്ന് നിന്റെ വിടുതലിൻ്റെ രാത്രിയാ. ആമൻ. ബിജു പാഷ് വന്നതുകൊണ്ടോ, ഇവിടെ ആമൻ CP മോനായി പാഷ് വന്നതുകൊണ്ടോ, രാജു പൂവക്കാല പാഷ് ഇവിടെ ഉള്ളത് കൊണ്ടല്ല, പകരം നസത്തുകാരനായ യേശു തമ്പുരാൻ ഇവിടെ ഉള്ളത് കൊണ്ട് നിന്നെ വിടുവിക്കുന്ന രാത്രിയാണ്, നിന്നെ ഉദ്ധരിക്കുന്ന രാത്രിയാണ്. വിശ്വസിക്കുന്നവരാമേൻ പറഞ്ഞ് ആരാധിച്ച് നമുക്ക് എല്ലാവർക്കും ദൈവ സന്നിധാനത്തിൽ ഇരിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി എനിക്കറിയാം, സ്തോത്രം, സമയം ഓടിപ്പോയിക്കൊണ്ടിരിക്കുക. ആമൻ. ഈ 7 ദിവസവും എന്നേക്കാൾ ശക്തന്മാരായ, എന്നേക്കാൾ വചന പാണ്ഡിത്യമുള്ള, വചനത്തിന്റെ ആഴങ്ങൾ പറയുന്ന ദൈവഭക്തന്മാർ ഇവിടെ വരുന്നുണ്ട്. നാളെ എനിക്ക് തോന്നുന്നു സുരേഷ് ബാബു പാഷ അല്ലേ, ആമൻ, വർഷങ്ങൾ ഞാനൊക്കെ രക്ഷിക്കപ്പെടുന്നതിന് മുൻപേ കൺവെൻഷൻ സ്റ്റേജുകളിൽ യേശുവിനെ ഉയർത്തുന്ന അഭിഷിക്തനാണ് നാളെ വരുന്നത്. ഈ കാലഘട്ടങ്ങളുടെ തൻ്റെ മേൽ അതിശക്തമായ ഒരു അഭിഷേകം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. മുൻപും പുറകുമായിട്ട് ഞങ്ങൾ ഒരുപാട് സ്റ്റേജുകൾ ഈ ദിവസം പിന്നിടുകയാണ്. കഴിഞ്ഞ അങ്കമാലിയിൽ ആമൻ ആദ്യം ഞാൻ പ്രസംഗിച്ചു, രണ്ടാമത് ദൈവദാസനായിരുന്നു. നിലമ്പൂര് ഞാൻ പ്രസംഗിച്ചു, പിറ്റേ ദിവസം ദൈവദാസന. ഇന്നും ഞാൻ പ്രസംഗിക്കും, നാളെ ദൈവദാസന. എന്തൊരു കണക്ഷൻ ഉണ്ട്. വിശ്വസിച്ചോ? നാളെയൊക്കെ ഇതിനകത്ത് ശക്തമായ വിടുതൽ വ്യാപരിക്കും. നിങ്ങൾ മറ്റുള്ളവരെ വിളിച്ചോണ്ട് വരണം, അയൽവക്കക്കാരെ വിളിച്ചോണ്ട് വരണം. ആരും അടിപിടിച്ചിരിക്കരുത്. നാളെ രാവിലെ കടന്നു വരണം. ദൈവദാസനയുടെ കാലുകുത്തുമ്പോൾ ആലയം നിറഞ്ഞു കവിയണം. ദൈവ സാന്നിധ്യം ചലിക്കും. ആമേൻ. ഇനി ഈയുള്ള സമയം നമ്മൾ വചനത്തിലേക്ക് ശ്രദ്ധിക്കാൻ പോകുക. ആമേൻ. സ്തോത്രം. നിങ്ങൾക്കറിയാം, എൻ്റെ തൊണ്ട, എൻ്റെ ഓക്കൽക്കോട് സർജറി കഴിഞ്ഞതാ. ആമേൻ. സ്തോത്രം. ആഴ്ചയിൽ എപ്പോഴെങ്കിലും 1 മണിക്കൂർ കൂടുതൽ പ്രസംഗിക്കരുത് എന്ന് മെഡിക്കൽ സയൻസ് വിധി എഴുതിയതിൻ്റെ നടുവിൽ 7 ദിവസവും രാവിലെയും വൈകിട്ടും നിൽക്കാൻ കൃപ ചെയ്യുന്നു. തമ്പുരാൻ്റെ കരുണയാണ്. ഞാൻ എന്തിനാ പറഞ്ഞതെന്നറിയാമോ? എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾ കരമുയർത്തി ഒന്ന് നോക്കി ബ്ലെസ് ചെയ്താൽ മതി. അനേകർക്ക് അനുഗ്രഹമാക്കി ദൈവം ഞങ്ങളെ നിർത്തൂ. ശബ്ദം ദൈവം തരണം. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ച് ഇന്ന് രാത്രി ഞങ്ങൾ നിൽക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞാനൊരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. ആമൻ. എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. എബ്രായർ 12:24. പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യക രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. പുതുനിയമത്തിന്റെ മധ്യസ്ഥനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ രക്തത്തിനടുക്കലത്രേ ഞാനും നിങ്ങളും ഇന്ന് രാത്രി വന്നിരിക്കുന്നത്. ഈ രാത്രി ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത് യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാണ്. യേശുവിന്റെ രക്തം വീണ ചില ഇടങ്ങൾ അത് വിടുതലിന്റെ ഇടമാണ്. ഈ രാത്രിയിൽ എൻ്റെ അകത്തൊരു പ്രേരണ ദൈവം തരുന്നു. ഒരു അന്ധകാര വ്യാപാരത്തിനും ജയിക്കാൻ കഴിയാത്തത് യേശു ക്രിസ്തുവിന്റെ രക്തത്തെയാണ്. ഹല്ലേലൂയ.
യേശു ക്രിസ്തുവിന്റെ രക്തത്തെ ഒരു പൈശാചിക മണ്ഡലങ്ങൾക്കും ജയിപ്പാൻ കഴിയത്തില്ല. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പ്രസംഗിക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ നടുവിൽ വന്നിരിക്കുന്ന യേശു ആരാധക മക്കളെ, അവനെ പോലെ ഉന്നതനായ ഒരു ദൈവം ഉലകത്തിൽ വേറെയുണ്ടോ? അവനെ പോലെ സർവശക്തനായ ഒരു ദൈവം ഉലകത്തിൽ വേറെയുണ്ടോ? പൗലോസ് പറയുന്നു, ധന്യനായ ഏകാധിപതിയോ അല്ലേ, അവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനോ, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും ആർക്കും കാണാൻ കഴിയാത്തവനുമായ അത്ഭുതവാനായ ദൈവമല്ലേ ഇന്ന് രാത്രി ഇതിന്റെ നടുവിൽ ആഗതനായിരിക്കുന്നത്. ആ ദൈവത്തെ അനുഭവിക്കുന്ന ദൈവമക്കൾ കരമടിക്കാതിരിക്കരുത്, വായടച്ചിരിക്കരുത്. കരമടിച്ച് വാ തുറന്ന് ശബ്ദമുയർത്തി ഇന്ന് രാത്രി ആരാധിക്കട്ടെ. ആ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല. ഹല്ലേലൂയ. കർത്താവിന് നല്ലൊരു സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഒരിക്കൽ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് ചെല്ലുക. അവിടെ ചെല്ലുമ്പോൾ ഒരു കഴുതയെയും അതിന്റെ കുട്ടിയെയും കെട്ടിയിട്ടിരിക്കുന്ന നിങ്ങൾ കാണും. ഉടനെ അതിനെ അഴിച്ചേക്കണം. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ പറയണം, ഇതിനെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്. കെട്ടഴിക്കപ്പെട്ട കഴുതയുടെ മുകളിൽ യേശുവിന്റെ വസ്ത്രം വിരിച്ചു. ഒരു സ്വത്രം പറഞ്ഞേ, ഇന്ന് ആരെയെങ്കിലും ദൈവത്തിന് ഉപയോഗിക്കണമെങ്കിൽ കെട്ടപ്പെട്ടതിനെ അല്ല ദൈവം ഉപയോഗിക്കുന്നത്, കെട്ടഴിഞ്ഞതിനെയാ ദൈവം ഉപയോഗിക്കുന്നത്. ദൂത് തിരിച്ചറിഞ്ഞവ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. അവൻ ഒരിക്കൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞു, യഹോവേ, ഞാൻ നിന്റെ ദാസൻ, ദാസിയുടെ മകനും തന്നെ. നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ഈ ചർച്ചിനകത്തിരിക്കുന്നവർ ബന്ധിക്കപ്പെട്ടവരല്ല, ബന്ധനം അറിഞ്ഞവരാണ്. പോരാ ഒരെണ്ണം ബന്ധിക്കപ്പെട്ടത് ഇന്ന് രാത്രി ഇതിനകത്തില്ല. ഒരറ്റം മുതൽ മട്ടികേറ്റം വരെ ബന്ധനം അഴിഞ്ഞവ. അവരെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു, എന്റെ കാലിനെ വീഴ്ചയിൽ നിന്ന്, എന്റെ പ്രാണനെ മരണത്തിൽ നിന്ന്, എന്റെ കണ്ണിന് കണ്ണുനീരിൽ നിന്ന് വിടുവിച്ച ദൈവത്തിന് ഞാൻ എന്ത് പകരം കൊടുക്കും? രക്ഷയുടെ പാനപാത്രം എടുത്ത് അവന്റെ നാമത്തെ കെട്ടഴിക്കപ്പെട്ട കഴുതയുടെ മണ്ടേ തമ്പുരാന്റെ വസ്ത്രം ഇട്ടു. ശ്രദ്ധിക്കണ കുഞ്ഞുങ്ങളെ, ആ വസ്ത്രം ഇട്ട കഴുതയുടെ മണ്ടേ യേശു തമ്പുരാൻ കയറി. യേശു കർത്താവ് കയറി യെരുശലേം ദൈവാലയം ലക്ഷ്യമാക്കി യെരുശലേമിലേക്ക് പോകുമ്പോൾ വിശുദ്ധ ബൈബിൾ പറയുന്നു, മത്തായി 21:10 വാക്യം, അവൻ യെരുശലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവൻ ഇളകി. എനിക്ക് സന്തോഷം. യേശു തമ്പുരാൻ കെട്ടഴിഞ്ഞവന്റെ പുറത്ത് കയറി പട്ടണത്തിലേക്ക് കയറിയപ്പോൾ ഒരാളല്ല ഇളകിയത്, നഗരം മുഴുവൻ ഇളകി. അച്ഛാ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് രാത്രി പറയുന്നു, യേശു തമ്പുരാൻ കയറിയപ്പോൾ നഗരം മുഴുവൻ ഇളകിയെങ്കിൽ നഗരത്തിന്റെ ഭൂതവും ഇളകി കാണും. അല്ലേ? അവൻ നഗരം മുഴുവൻ ഇളക്കി മറിച്ചുകൊണ്ട് അവൻ യെരുശലേമിൽ കയറിയപ്പോൾ ഇത് കണ്ട പരീശന്മാർ ചോദിച്ചു, നഗരം മുഴുവൻ ഇളക്കി മറിക്കുന്ന ഇവൻ, നഗരം മുഴുവൻ ഇളക്കി മറിക്കുന്ന ഇവൻ ആർ? യേശുവിനെ കുറിച്ച് ചോദിക്കുക, നഗരം മുഴുവൻ ഇളക്കി മറിക്കുന്ന ഇവൻ ആര്? അവൻ പക്ഷപാതക്കാരനോട് പറയുന്നു, കിടക്കയെടുത്ത് നടക്ക, പാപം മോചിച്ചിരിക്കുന്നു. ഇത് കണ്ടവർ പറയുന്നു, ഭൂമിയിൽ പാപങ്ങൾ മോചിക്കുന്ന ഇവൻ. സഭ ഒരുമിച്ച് പറഞ്ഞേ, പാപങ്ങൾ മോചിക്കുന്ന ഇവൻ. ഒന്നുകൂടി, ഇവൻ ആ. സ്തോത്രം. അമരത്ത് തലയണ വെച്ച് യേശു തമ്പുരാൻ കിടന്നുറങ്ങുന്ന യേശു തമ്പുരാനെ കാറ്റും കോളും അടിച്ചു. അവൻ എഴുന്നേറ്റ് കടലോട് ശാന്തമകൻ പറഞ്ഞു, കാറ്റിനെ അടക്കി എന്ന്. അവൻ കാറ്റും കടലും അടങ്ങിയപ്പോൾ ഇത് കണ്ട് നിന്നവർ ഒരുമിച്ച് പറയുന്നു, കാറ്റും കടലും ഇവനെ അനുസരിക്കുന്നു. ഇവൻ ഹേരോദാവ് യേശുവിന്റെ വർത്തമാനം കേട്ടു. കേട്ട ഹേരോദാവ് യേശുവിനെ കയ്യും കാലും കെട്ടി അവൻ അരമനെ കൊണ്ടുപോയപ്പോൾ ഹേരോദാവ് ചോദിക്കുന്നു, ഇവനാണോ സൗഖ്യമാക്കുന്നവൻ? ഇവനാണോ ഭൂതങ്ങളെ പുറത്താക്കുന്നവൻ? ഇവൻ ആര്? 4 തവണ ഇവൻ ആർ എന്ന വാക്യമുണ്ട്. അതിന് മറുപടി അന്നത്തെ ഗവർണറായ പീലാത്തോസ് പറഞ്ഞു, ആരെന്നറിയണ്ട ഇവൻ. അവൻ എഴുതി വെച്ചു, ഇവനാണ് യഹൂദന്മാരുടെ രാജാവ്.
കർത്താവ്. ഒരു കരമുയർത്തി ദൈവത്തെ സ്തുതിച്ച് ഇന്ന് രാത്രി ആരാധിക്കുന്നത് കൊണ്ടുപോയി വെച്ചാൽ അനങ്ങാത്ത തുണ്ടമായ ദൈവത്തെ അല്ല, അനങ്ങാത്ത തുണ്ടത്തെ അല്ല നാം ആരാധിക്കുന്നത്, ജീവനുള്ള ദൈവത്തെ. മോനെ, ഞാൻ കണ്ട ദൈവം ഉണക്ക ദൈവമല്ല, ഞാൻ കണ്ട ദൈവം മരിച്ച ദൈവമല്ല, അല്ലല്ലല്ല, ഞാൻ കണ്ട ദൈവം അവൻ നിങ്ങളെ പോലെ ചുമ്മാ ഇരിക്കുന്ന ദൈവമല്ല, എന്നെ ചലിപ്പിക്കാൻ കഴിവുള്ള ദൈവം, എന്റെ നിലവാരം മാറ്റാൻ കഴിവുള്ള ദൈവം. ഇന്ന് രാത്രി ആ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ ഒരു പടിയും വേണ്ട. ഈവൻ Oh, thank you, Jesus. ദൈവമക്കളെ, നമ്മൾ വായിച്ച 12-ാം അധ്യായം 24-ാം വാക്യം ഇനി എന്നെ നിങ്ങൾ ശാന്തമായി ശ്രദ്ധിച്ചാൽ മതി. 12-ാം അധ്യായം 24-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. എബ്രായ ലേഖനത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. എന്നാണെന്നറിയോ? എബ്രായ വിശ്വാസത്തിൽ നിന്നും ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്ന എബ്രായരായ യഹൂദന്മാരായ ഒരുപറ്റം ആളുകൾ, അവർ ക്രിസ്തുവിനെ കണ്ടു, ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിച്ചു, ക്രിസ്തുവിന്റെ കൃപ അനുഭവിച്ചു, യേശു ദൈവമാണെന്ന് മനസ്സിലായി. പക്ഷേ അവര് ഈ യഹൂദ പശ്ചാത്തലം വിട്ടുമാറാൻ അവർ തയ്യാറല്ല. അവർക്ക് പഴയ നിയമ ആചാരങ്ങളെ വിടാൻ തയ്യാറല്ല. പഴയ നിയമത്തിലെ വലിയ 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 ആളുകളെ ഒന്നും അവർക്ക് വിടാൻ തീരുമാനമില്ല. എന്നാൽ അവരുടെ നടുവിലേക്ക് യേശുവിൻ്റെ ശ്രേഷ്ഠത വെളിപ്പെടുത്തിയ ലേഖനമാണ് എബ്രായ ലേഖനം. ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ? എനിക്ക് ഇഷ്ടപ്പെട്ട ലേഖനമാ എബ്രായ ലേഖനം. 13 അധ്യായമുണ്ട്. 13 അധ്യായത്തിലും ഒരു മാലയിൽ മുത്ത് കോർക്കുന്നത് പോലെ യേശുവിൻ്റെ ശ്രേഷ്ഠത വരച്ചു കാണിച്ചു. ഞാനൊന്ന് പറയാ, ആമേൻ പറയാൻ കഴിയുന്നവർ ആമേൻ പറയണം. 1-ാം അധ്യായത്തിൽ ആമേൻ പൗലോസ് എഴുതി വെച്ചു, അവൻ ദൂതന്മാരേക്കാൾ ശ്രേഷ്ഠനാണ്. പറന്ന് സ്വതന്ത്രം പറ. 2-ാം അധ്യായത്തിൽ എഴുതി വെച്ചു, അവൻ പ്രവാചകന്മാരേക്കാൾ അവൻ ശ്രേഷ്ഠനാണ്. അവൻ മോശയേക്കാൾ അവൻ ശ്രേഷ്ഠനാണ്. സൈന്യാധിപനായ ജോഷുവയേക്കാൾ അവൻ ശ്രേഷ്ഠനാണ്. അഹരോനേക്കാൾ അവൻ ശ്രേഷ്ഠനാണ്. മൽക്കീസദേക്കിനേക്കാൾ അവൻ ശ്രേഷ്ഠനാണ്. പഴയ നിയമ യാഗപീഠത്തേക്കാൾ അവൻ ശ്രേഷ്ഠനാണ്. പഴയ നിയമ സമാഗമന കൂടാരത്തേക്കാൾ അവൻ ശ്രേഷ്ഠനാണ്. മഹാപുരോഹിതനേക്കാൾ അവൻ ശ്രേഷ്ഠനാണ്. ഇതെല്ലാം എഴുതിയ എബ്രായ ലേഖന കർത്താവ് 11-ാം അധ്യായത്തിൽ 33-ൽ പരം വിശ്വാസ വീരന്മാരെ നിരത്തി നിർത്തി. 33-ൽ പരം വിശ്വാസ വീരന്മാരെ 11-ാം അധ്യായത്തിൽ നിരത്തി നിർത്തി. നമ്പർ 1, നമ്പർ 2, നമ്പർ 3, 33 പേരെ അവരെ കൊണ്ടുവന്നൊരു ഗാലറിയിൽ ഇരുത്തി. എന്നിട്ട് പറഞ്ഞു, ദാണ്ട് നോക്കിക്കേ, ഇവർ ചെറിയവരല്ല. അബ്രഹാം ഉണ്ട്, ദാവീദ് ഉണ്ട്, ദാനിയേൽ ഉണ്ട്, ശമൂവേൽ ഉണ്ട്. ഇവരെ എല്ലാം നിരത്തിയിട്ട് 12-ന്റെ 1-ൽ പൗലോസ് വേറൊരാളെ വെളിപ്പെടുത്തി. ആരാണെന്നറിയണ്ടേ? ആമേൻ പറയണ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് മുറിയെ പറ്റുന്ന ഭാരവും വിട്ട് നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. ആരെ നോക്കി ഓടണം? യേശുവിനെ നോക്കി ഓടണം. മക്കളെ, മനസ്സിലായോ? 10-ാം അധ്യായം വരെ പഴയ നിയമത്തിലെ ശ്രേഷ്ഠത വെളിപ്പെടുത്തിയ പൗലോസ് അതിനെയെല്ലാം നിരത്തി കോർത്തിട്ട് പറഞ്ഞു, ഇവരിൽ എല്ലാവരും ശ്രേഷ്ഠൻ യേശു. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് പ്രസംഗം നിർത്തണോ വേണമെന്ന് എനിക്കറിയത്തില്ല. ഒരു സ്വോത്രം പറഞ്ഞേ. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ എനിക്ക് 5 പൈസ സ്വോത്ര കാഴ്ച തരണ്ട, 5 പൈസ തരണ്ട. ദൈവമൊക്കെ ഞങ്ങൾ മാനിച്ചു നിർത്തിയേക്കുക. പക്ഷേ പ്രസംഗിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഗൗരവമുള്ള കാര്യം തമ്പുരാനെ ആരാധിക്കാൻ തയ്യാറായേക്കണം. അതുകൊണ്ട് ഒരു മടിയും വേണ്ട, ദൈവത്തെ സ്തുതിക്കാൻ ഇടയാകണം. അല്ല, ഞാൻ ചർച്ച പറയാറുണ്ട്, ഹല്ലേലൂയ പറയാൻ കഴിയാത്തവനും കൈയടിക്കാൻ കഴിയാത്തവനും ആലയത്തിന് പടി ചവിട്ടിയേക്കരുത്. ഞാൻ ചർച്ച പറയാറുണ്ട്, ഇത് ആരാധനാലയമാ. ഇതിനകത്ത് വരുന്നത് ആരാധിക്കാനാ. മടിയുള്ളവനല്ല വരേണ്ടത്. ഇതിനകത്ത് സ്തുതിയുടെ ഇടമാ, ഇതിനകത്ത് മഹത്വത്തിന്റെ ഇടമാ. നമ്മുടെ യേശു ശ്രേഷ്ഠനാണ്. ഹല്ലേലൂയ.
ജീസസ്. ഇത്രയും മനസ്സിലായെങ്കിൽ ഒരാമേൻ എന്ന് പറഞ്ഞേ. അപ്പൊ 12-ാം അധ്യായത്തിൽ ദാണ്ട് ഞാൻ ഇങ്ങനെ പറയാം, ഈ വിശുദ്ധന്മാരെല്ലാം ഒരു ഗാലറിയിൽ ഇരുത്തി. ഒരു ഗാലറിയിൽ. ഇത് ഗ്രൗണ്ടാ, സ്റ്റേഡിയത്തിന്റെ ഗ്രൗണ്ടാ. ഞാനിപ്പോ നിൽക്കുന്ന ഗാലറിയിലാ. ഈ ഗാലറിയിൽ എല്ലാ വിശുദ്ധന്മാരുമുണ്ട്. 11-ാം അധ്യായം 33-ൽ പരം വിശുദ്ധന്മാർ ഈ ഗാലറിയിൽ ഇരിപ്പുണ്ട്. ഈ ഗാലറിയിൽ ഇരുന്ന് ഓട്ടക്കളത്തിൽ ഒരു ഓട്ടം കണ്ടുകൊണ്ടിരിക്കുന്നു. ആരുടെ ഓട്ടം എന്നറിയാമോ? എന്റെയും നിങ്ങളുടെയും ഓട്ടം. ആ ഓട്ടത്തിന്റെ പ്രത്യേകത, അവൻ എന്നെ കണ്ട് നിങ്ങൾ ഓടരുത്. എന്റെ ഓട്ടമല്ല നിങ്ങളുടെ ഓട്ടം. നിങ്ങളുടെ കിലോമീറ്റർ അല്ല എന്റെ കിലോമീറ്റർ. എന്നെ കണ്ടിട്ടോടിയാൽ നിങ്ങൾ പരാജയപ്പെടും. ഓരോരുത്തരും ഓടേണ്ടതിനനുസരിച്ച് ദൈവം തന്ന ഓട്ടം ഓടി തികക്കണം. രാജഭൂവക്കാല പാഷ കണ്ട് ഞാൻ ഓടരുത്. ഈ ദൈവദാസനെ കണ്ട് ഞാൻ ഓടരുത്. ഓരോരുത്തർക്കും ദൈവം തന്ന ഓട്ടം ഓടി ഫിനിഷ് ചെയ്യാൻ ദൈവം കൃപ ചെയ്യട്ടെ. ഞാൻ പറയാറുണ്ട്, എന്നെ കണ്ടിട്ട്, എന്റെ ശുശ്രൂഷ കണ്ടിട്ട് എന്റെ പിറകെ ഓടിയാൽ നിങ്ങൾ പരാജയപ്പെടും. എന്റെ ഓട്ടം 500 കിലോമീറ്റർ ആണെങ്കിൽ നിങ്ങളുടെ അതല്ലെന്നേ. നിങ്ങൾക്ക് അതിന്റെ മീതയാ. ഓരോരുത്തന്റെ ഓട്ടം ഓരോരുത്തൻ ഓടി തികക്കണം. ഞാൻ ഈ ക്രിസ്തീയ ഗോളത്തില് എല്ലാവരോടും ചോദിക്കും, നമുക്ക് എന്തിനാ അസൂയ? നമുക്ക് ഒരാളോട് എന്തിനാ അസൂയ? എടാ, ഇയാളെ വിളിച്ച ഓട്ടം പുള്ളി ഓടി തികക്കട്ടെ. നിന്നെ വിളിച്ചനുസരിച്ച് നീ ഓട്. പക്ഷെ ഒറ്റ കാര്യം, ആ ഓട്ടത്തിനകത്ത് വിഘ്നം വരാതിരിക്കാൻ 3 കാര്യം ചെയ്യണം. ആ ഓട്ടത്തിനകത്ത് തടസ്സം വരാതിരിക്കാൻ 3 കാര്യം ചെയ്യണം. 1, നിന്റെ പാപം വിട്ട് നീ ഓടണം. ഒരു ഹല്ലേലൂയ പറ. രഹസ്യപാപം വിട്ട് നീ ഓടണം. രഹസ്യപാപം വിട്ട്, മറയത്ത് പാപം ചെയ്യരുത്. ഒളിച്ചിരുന്ന പാപം ചെയ്യരുത്. നിങ്ങൾക്കറിയാമോ, പാപം ചെയ്യുന്നവന്റെ അകത്ത് ദൈവശക്തി വ്യാപരിക്കത്തില്ല. പാപം ചെയ്യുന്നവന്റെ അകത്ത് ദൈവകൃപയുടെ ആഴം വ്യാപരിക്കത്തില്ല. ഓടിക്കോ. പക്ഷെ പാപത്തെ എറിഞ്ഞു കളഞ്ഞോടണം. പൗലോസ് പറയുന്നു, പാപത്തോട് എതിർത്ത് നിൽക്കുന്നതിൽ നിങ്ങൾ നമുക്ക് വേണ്ടത് പാപത്തെ വെറുക്കുന്ന ഒരു തലമുറ എഴുന്നേക്കണം. ഒരു സ്വതന്ത്രം പറഞ്ഞേ. 24-ാമത്തെ വയസ്സിൽ ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ എൻ്റെ പാസ്റ്റോട് ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്നു പാസ്റ്റേ, ഒരു സിനിമയെങ്കിലും കാണാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും? ഒരു സിനിമയെങ്കിലും കാണാതെ, എന്റെ പൊന്നു ഭാഷ, ഒരു സിഗരറ്റെങ്കിലും വലിക്കാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും? മനസ്സിലായില്ലല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞു, ഞാനേ ഈ നല്ല കൽപ്പണിക്കാരനാ. അപ്പൊ ഈ കൽപ്പണിക്ക് പോകുമ്പോഴേ കാജാ വീടിയ, ദിനേശ് വീടിയ, അതെടുത്ത് ആരെ ചുറ്റി വെച്ചിട്ട് 2 പൊതി ഉണ്ടാകും. അപ്പൊ ഈ തേക്കാൻ നേരത്തെ ഒരെണ്ണമെടുത്ത് വലിച്ചിട്ടായി തേക്കുന്നത്. മുഴക്കോൽ ഇടുമ്പോഴും കൈപ്പാണി ഇടുമ്പോഴും കൊലശ്ശേരി അടിക്കുമ്പോഴും ചുണ്ടത്ത് ഒന്ന് തീരുമ്പോൾ അടുത്തത് കത്തിക്കും. അങ്ങനെ ഒരു പൊതി ഇവിടെ, ഒരു പൊതി ഇവിടെ. സ്വത്രം. കർത്താവിനെ കണ്ടുമുട്ടിയപ്പോ പൊതിയൊക്കെ എറിഞ്ഞു കളഞ്ഞു. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. സ്വത്രം പറയാൻ പറ്റുമോ? ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം പറയാം, ഈ 2 ഞെരുങ്ങരുത്. എൻ്റെ ആറ്റിറ്റ്യൂഡ് പറയാം. ഒന്നെങ്കിൽ നീ ഇവിടെ നല്ലതുപോലെ നിൽക്കണം, ഇല്ലെങ്കിൽ പിന്മാറ്റത്തിൽ പോയി ആടിച്ച് താന്നൂണിയാണ്. ഇത് രണ്ടും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. മര്യാദക്ക് സിഗരറ്റ് വലിക്കാൻ പറ്റുമോ? അത് പറ്റത്തില്ല. വലിക്കാൻ ചുണ്ടത്ത് വെക്കുമ്പോൾ രാജുപൂവക്കാല ഭാഷ തിരുവല്ല കൂടി കയറി വരും. ഇത് എന്തൊരു ജീവിതമാണ് അല്ലേ? ആ ദൈവദാസന്മാരെ പേടിച്ചു, ദൈവമക്കളെ പേടിച്ചു, കുടിക്കാനും പറ്റുന്നില്ല, വലിക്കാനും പറ്റുന്നില്ല. ഒരു ഭയങ്കര വല്ലാത്ത ജീവിതം. എന്തിനിങ്ങനെ ഞെരുങ്ങി ജീവിക്കുന്നേ? ഞങ്ങളൊക്കെ നിങ്ങൾക്ക് സാക്ഷിയാകട്ടോ, ഇതൊന്നുമില്ലാതെ യേശുവിനെ ആരാധിക്കാം. ഒരു ഹല്ലേലൂയ പറ. ഞങ്ങളുടെയൊക്കെ ഈ നിക്കോട്ടിനും ആൽക്കഹോളൊക്കെ ഞങ്ങളുടെ രക്തത്തിനകത്ത് കയറി
അതുകൊണ്ട് എന്നാ പറ്റിയെന്നറിയോ? രാവിലെ കട്ടൻ ചായ കുടിക്കുമ്പോൾ ഒരെണ്ണം ഇത് ചുണ്ടത്ത് വെച്ചിട്ട കട്ടൻ ചായ കുടിച്ചേ, മനസ്സിലായില്ലല്ലേ? അതിനടിമപ്പെട്ടു. കൂട്ടുകാർ കൂടി അല്പം സമയം കിട്ടുമ്പോൾ ഈ ആൽക്കഹോളിന് അടിമപ്പെട്ടു. കാരണം രക്തത്തിനകത്തായിരുന്നു. എന്ന 94-ൽ ഒരു രക്തം അകത്തോട്ട് കയറിയപ്പോൾ മറ്റേ രക്തം അങ്ങ് വെളിയിലേക്ക് പോയി. ആ രക്തം വെളിയിലേക്ക് പോയി. ഇപ്പൊ ഞങ്ങളുടെ ശരീരത്തിൽ ഓടുന്നത് ആൽക്കഹോൾ അല്ല, പകരം മറ്റൊരു ഹരമാണ്. അത് യേശുവിന്റെ നാമമാണ്, യേശുവിന്റെ സ്നേഹമാണ്. അത് മനസ്സിലാക്കി ദൈവത്തെ ആരാധിച്ച് ഇതാ നമ്മുടെ സ്പിരിറ്റ്, നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന സ്പിരിറ്റ്. ഈ ശക്തിയാന്ന്, ഈ സ്പിരിറ്റാന്ന്. ഇതകത്തുള്ളപ്പോ നമുക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. ഒന്ന്, പാപം വിട്ടോടണം. 2, സകല ഭാരവും വിട്ടോടണം. 3-ാമത്തെ കാര്യം, ഇത് രണ്ടും വിട്ട് കളഞ്ഞ നിങ്ങൾ ഞങ്ങളെ നോക്കി ഓടരുത്. ഫേസ്ബുക്കും യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും നോക്കി ഓടരുത്. കാര്യം പോക്ക. ആമേ ആമേ. ആരെ നോക്കി ഓടണം? ഞാൻ പറയാം, നിങ്ങൾ ആമേൻ പറഞ്ഞാൽ മതി. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി നിങ്ങൾ ഓടണം. ആമേൻ പറയാൻ പറ്റുമോ? ഞങ്ങൾക്ക് ഓടാം. ഞങ്ങൾ ഓടുമ്പോൾ ഞങ്ങൾക്ക് നോക്കാൻ ഒരുവനേ ഉള്ളൂ. ഞങ്ങൾക്ക് ഐതിഹ്യങ്ങളില്ല, ഞങ്ങൾക്ക് ദൈവദാസന്മാരോ അവരെ നോക്കിയല്ല ഞങ്ങൾ ഓടുന്നത്. ഞങ്ങൾ നോക്കുന്നത് ഒരിക്കലും താഴാത്ത, ഒരിക്കലും വീഴാത്ത, മരിച്ച് മൺമറഞ്ഞ് അവൻ പോയ ദൈവത്തെയല്ല, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് പാതാളത്തെയും മരണത്തെയും ജയിച്ച് കാൽവരിയിൽ തോൽപ്പിച്ചവന്, അന്ധകാര വ്യാപാരത്തെ പരാജയപ്പെടുത്തിയ യേശു ക്രിസ്തുവിനെ നോക്കിയ ഓടുന്നത്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. നമ്മുടെ നോട്ടം യേശുവിനെ നോക്കിയ. ഹല്ലേലൂയ. നമ്മുടെ നോട്ടം സന്തോഷമുള്ളവർ ദൈവത്തിന് സ്തോത്രം പറ. അപ്പൊ 12-ാം അധ്യായം ഇത് പറഞ്ഞിട്ട് 24-ാം വാക്യത്തിൽ വന്നപ്പോ പൗലോസ് പറയുക, അപ്പൊ നിങ്ങൾ ഓട്ടക്കളത്തില, നിങ്ങൾ എങ്ങനെ ഓടി 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 ഇപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്നത് പുതുനിയമത്തിന്റെ മധ്യസ്ഥനും ആബേലിന്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യക രക്തത്തിനും അടുക്കലത്രേ. നിങ്ങളെ ആഴമായി നോക്കിക്കൊണ്ട് ഞാൻ എന്ന് പറയാം, നീ വന്നിരിക്കുന്നത് രക്തത്തിന്റെ അടുക്കല. ഈ രക്തം പിശാചിന്റെ തലയെ തകർത്ത രക്തമല്ലേ? ഈ രക്തം ആയുധവർഗം വെപ്പിച്ച രക്തമല്ലേ? ഈ രക്തമല്ലേ നിനക്കും എനിക്കും ജയം തന്നത്? നിനക്ക് വിരോധവും പ്രതികൂലമായ കൈയെഴുത്തുകളെ ക്രൂശിൽ മായ്ച്ചു കളഞ്ഞത് ഈ രക്തമല്ലേ? നീ വന്നിരിക്കുന്നത് ഈ രക്തത്തിനടുക്കലല്ലേ? ഓ ഷാനാദാലാറ ഒന്നേ പാസേ. ഒരിക്കലൊരു ഭൂത വിളകി ഇങ്ങനെ അലറി നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, പിശാചേ, യേശു ക്രിസ്തുവിന്റെ രക്തം പറയടാന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ പെട്ടെന്ന് യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. അപ്പൊ ഞാൻ ചോദിച്ചോടാ, പിശാചിന് ഒരു പേടിയുമില്ലല്ലോ, ഭയങ്കരമായിട്ട് യേശുവിന്റെ രക്തം. കർത്താവ് എന്നോട് പറഞ്ഞു, എടാ നീ കേക്കടാ, ചെവി തുറന്ന് കേക്ക്. അവൻ പറയും യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. എടി യേശുവിന്റെ രക്തമല്ലടാ, യേശുവിന്റെ രക്തം. ഒരു ഹല്ലേലൂയ പറ. പിശാചിന് പേടിയാ മക്കളെ, ആ പേടിയാ. ഈ ദിവസം എന്നോട് കർത്താവ് പോകുന്നിടത്ത് പ്രസംഗിക്കാൻ ശക്തമായി പറയുന്നു, നമ്മുടെ തലമുറകൾക്കെതിരെ നിൽക്കുന്നതിന് രക്തം കൊണ്ട് അടയാളമിടാൻ പോകുക. മാറി മാറി നിന്റെ കൂടാരത്തെ കയറി വരുന്ന ചില രോഗശക്തികൾ, അത് ക്യാൻസർ പോലെയുള്ളത്, ചില ട്യൂമർ പോലെയുള്ളത്, ആമേ പ്രതീക്ഷിക്കാത്ത നിലയിൽ കയറി വരുന്ന ചില രോഗശക്തികൾ ഇന്ന് രാത്രി യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ദൈവസഭ റെഡിയാകണം. ആമേൻ. അത്ഭുതകരമായി ചില രോഗങ്ങൾ നാം പോലും അറിയാതെ നമ്മുടെ കൂടാരങ്ങളിൽ അത് കയറി വരുമ്പോൾ ഇന്ന് രാത്രി ഞാനും നിങ്ങളും വന്നിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്തിനടുക്കലാണ്.
എനിക്ക് സന്തോഷമാണ്. നിങ്ങൾ കണ്ണ് തുറന്ന് വാ തുറന്ന് പറയണം, എടാ പിശാചേ, ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ അപ്പൻ്റെ ചൊരിഞ്ഞ യേശുവിൻ്റെ രക്തത്തിന് അടുക്കല വന്നിരിക്കുന്നത്. നിങ്ങൾ പറ, യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് അടുക്കല ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ആ രക്തത്തിന് അടുക്കല വന്നിരിക്കുന്നത്. ഞാനും കുടുംബവും താമസിക്കുന്നത് ആ രക്തത്തിന്റെ അടുക്കലാണ്. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഞങ്ങൾ ഇടയ്ക്ക് പാടാറുള്ള ഒരു തമിഴ് പാട്ടുണ്ട്, ഷാറിന് അറിയാമെന്നറിയില്ല. രക്തം ചെയ്യം, രക്തം ചെയ്യം, കൽവാരി യേശുവിൻ രക്തം ചെയ്യം, കാരുണ്യദേവന് രക്തം ചെയ്യം, കൽവാരി യേശുവിൻ രക്തം ചെയ്യം, കാരുണ്യദേവന് രക്തം ചെയ്യം. ഓഹോ രക്തം ചെയ്യം, ആഹാ രക്തം ചെയ്യം, ഓഹോ രക്തം ചെയ്യം, ആഹാ രക്തം ചെയ്യം, കൽവാരി യേശുവിൻ രക്തം ചെയ്യം, കാരുണ്യനാഥൻ രക്തം ചെയ്യം. ഓ കൽവാരി യേശുവിൻ രക്തം ചെയ്യം, കാരുണ്യദേവനു രക്തം ചെയ്യം. ഓഹോ രക്തം ചെയ്യം, ആഹാ രക്തം ചെയ്യം, ഓഹോ രക്തം ചെയ്യം, ആ രക്തം ചെയ്യം, കൽവാരി യേശുവിൻ രക്തം ചെയ്യം, കാരുണ്യനാഥൻ രക്തം ചെയ്യം. ഓ കൽവാരി യേശുവിൻ രക്തം ചെയ്യം, കാരുണ്യദേവനു രക്തം ചെയ്യം. എതിരിയ ദൂരത്തിടും രക്തം ചെയ്യം, എന്നാലും സുഖം തരും രക്തം ചെയ്യം. എതിരിയ ദൂരത്തിടും രക്തം ചെയ്യം, എന്നാലും സുഖം തരും രക്തം ചെയ്യം. അധികാരം തന്നിടും രക്തം ചെയ്യം, അധികാരം തന്നിടും രക്തം ചെയ്യം, അതിശയം ചെയ്തിടും രക്തം ചെയ്യം. നമുക്ക് അതിശയം ചെയ്തിടും രക്തം ചെയ്യം. ഓഹോ രക്തം ചെയ്യം, ആഹാ രക്തം ചെയ്യം, ഓഹോ രക്തം ചെയ്യം, ആഹാ രക്തം ചെയ്യം, കൽവാരി യേശുവിൻ രക്തം ചെയ്യം, കാരുണ്യദേവന് രക്തം ചെയ്യം. ഓ കൽവാരി യേശുവിൻ രക്തം ചെയ്യം, കാരുണ്യദേവന് രക്തം ചെയ്യം. എനിക്ക് പാടാൻ ഇഷ്ടമാണ്, പക്ഷെ സമയം നമ്മുടെ മുമ്പിലില്ല. തിരുവചനം പറയണമല്ലോ. ഇപ്പോൾ 12-ാം അധ്യായം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി 13-ാം അധ്യായം പൗലോസ് എഴുതി തീർക്കുന്നത് നിങ്ങൾ ഉറക്കെ ഹല്ലേലൂയ പറയണം. പൗലോസ് പറയുക, എൻ്റെ യേശു ആരാന്ന് നിങ്ങൾക്കറിയാമോ? യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ആമേൻ. 12 അധ്യായം വരെ യേശുവിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞ പൗലോസ് 13-ാം അധ്യായത്തിൽ കൊണ്ടുവന്ന് നിർത്തുന്നു. അവന് പകരം വെക്കാൻ വേറൊരു ദൈവമില്ല, അവന് തുല്യം പറയാൻ വേറൊരു ദൈവമില്ല, അവന് പകരം വെക്കാൻ വേറൊരു ദൈവമില്ല. ഒരു ഹല്ലേലൂയ പറയ മക്കളെ. ഞാൻ ഇങ്ങനെ പറയാ, മലവെള്ളപ്പൊക്കത്തിനകത്ത് ഒഴുതി കയറിയവരല്ല നിങ്ങൾ. അവന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത് പ്രാപിച്ച ദൈവമക്കളാണ്. അവന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവജനമാണ്. ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതി. ഇനി ഞാൻ അവിടെ നിന്നുകൊണ്ട് മറ്റൊരു തിരുവചനത്തിലേക്ക് പോകുന്നു. നമുക്കെടുക്കാം, വേദപുസ്തകം തുറക്കാം. ലേവ്യ പുസ്തകം 4-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ നല്ലതാ. ലേവ്യ പുസ്തകം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഓക്കെ, വേണ്ട, വായിക്കണേ. പുരോഹിതൻ രക്തത്തിൽ വിരൽ മുക്കി യഹോവയുടെ സന്നിധിയിൽ വിശുദ്ധ മന്ദിരത്തിന്റെ തിരശീലയ്ക്ക് മുമ്പിൽ 7 പ്രാവശ്യം തളിക്കണം. പഴയ നിയമത്തിൽ ഒരിക്കൽ ദൈവം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ നടുവിൽ വസിക്കണം, എനിക്ക് നിങ്ങളുടെ നടുവിൽ വസിക്കേണ്ടതിന് ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കണം, സമമായി ആഗമിക്കുന്ന ഒരു കൂടാരം. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരാം, ഞാൻ ഇറങ്ങി വരുമ്പോൾ നിങ്ങളുടെ പ്രതിപുരുഷനായ മഹാപുരോഹിതൻ ആണ്ടിൽ ഒരിക്കൽ എന്നെ കാണാൻ കയറി വരണം.
അങ്ങനെ ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കി. പ്രാകാരം വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. പ്രാകാരത്തിൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവജനത്തിന് കയറി വരാം. എന്നാൽ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ആണ്ടിൽ ഒരിക്കൽ അവൻ സ്വന്തം പാപത്തിന് വേണ്ടി യാഗം കഴിച്ച മഹാപുരോഹിതൻ ജനങ്ങളുടെ പാപത്തിന് വേണ്ടി യാഗം കഴിച്ച് ഒരു യാഗവസ്തുവിന്റെ തലയിൽ കൈവച്ച് മാനവകുലത്തിന്റെ മുഴുപാപവും ആടിന്റെ മേൽ ചുമത്തി അതിന്റെ തലയെറുത്ത് അതിന്റെ തോലുരിച്ച് അതിന്റെ കുടലും പപ്പും പണ്ടവും കൈയും കാലുമെല്ലാം പാളയത്തിന് വെളിയിൽ കൊണ്ടുപോയി എറിഞ്ഞു കളഞ്ഞ് അതിനെ കണ്ണം കണ്ണമായി നുറുക്കി അതിനെ യാഗപീഠത്തിൽ യാഗമർപ്പിക്കണം. യാഗപീഠത്തിൽ യാഗമർപ്പിക്കുന്ന യാഗവസ്തുവിന്റെ രക്തം ഒരു കിണ്ണത്തിൽ ഒരു മഹാപുരോഹിതൻ എടുക്കണം. എടുത്തിട്ട് സമാഗമന കൂടാരത്തിന്റെ മുൻപിലത്തെ തിരശീലയുടെ മുമ്പിൽ വരണം. എന്നിട്ട് ആ തിരശീലയുടെ മുമ്പിൽ വന്ന് ഈ രക്തം 7 പ്രാവശ്യം തളിക്കണം. 7 പ്രാവശ്യം തളിക്കണം. യാഗപീഠത്തിൽ തളിക്കണം, കൃപാസനത്തിൽ തളിക്കണം, പ്രാകാരത്തിൽ തളിക്കണം, പുസ്തകത്തിനുമേ തളിക്കണം. എന്നിട്ട് വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് 7ാമത്തെ രക്തത്തളി ജനത്തിന്റെ മേൽ തളിക്കണം. അമ്മേ, എന്തിനായി പ്രസംഗമെന്നല്ലേ? ഇന്ന് രാത്രി നിങ്ങളെ കാണും, നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും ചില കെട്ടുകൾ അഴിഞ്ഞു മാറുന്നത്. ഹല്ലേലൂയ. മഹാപുരോഹിതൻ 7 പ്രാവശ്യം ആ രക്തം തളിക്കും. എന്തിനാണ് രക്തം എന്നറിയാമോ? ജനത്തിനെ കവർ ചെയ്യാൻ, ജനത്തിനെ സംരക്ഷിക്കാൻ. ഞാൻ ഒരൊറ്റ ദൂത പറയാം, ഉലകത്തിൽ മാനവകുലത്തിന് സംരക്ഷണം നൽകുന്ന ഇതുപോലൊരു മാർഗം ഉലകത്തിൽ വേറെ ഇല്ല. യേശുക്രിസ്തുവിന്റെ രക്തം അല്ലാതെ നമ്മെ കവർ ചെയ്യാൻ, നമ്മെ പരിപാലിക്കാൻ, നമ്മെ ശുദ്ധീകരിക്കാൻ. ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, ഞാൻ നിങ്ങളോടൊരു ചെറിയൊരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഈ ആടിന്റെ രക്തം 7 പ്രാവശ്യം തളിച്ചപ്പോ ജോഷുവയുടെ പുസ്തകത്തിനകത്തൊരു വാക്യം വായിച്ചു. എൻ്റെ അന്തരാത്മാവ് കത്തി. എന്താണെന്നറിയണ്ടേ? ഈ ആടിന്റെ ചോര അവൻ ജനത്തിന്റെ മേൽ തളിച്ചപ്പോൾ വിശുദ്ധ ബൈബിള് പറയുന്നു, അവര് യോർദാൻ കടന്നപ്പോൾ, അവര് യോർദാൻ കടന്ന് യെരിഹോവിൽ കയറിയപ്പോൾ വിശുദ്ധ ബൈബിൾ പറയുന്നു, ഒരു നായ പോലും അവിടെ നേരെ നാവനക്കിയില്ല. ദൂത് മനസ്സിലായി ഒരാമൻ പറയണ. യഥാർത്ഥത്തിൽ ഒരാടിന്റെ ചോര ആ ജനത്തിന്മേൽ വീണപ്പോൾ ഒരു നായ പോലും നാവനക്കിയില്ലെങ്കിൽ ആ രക്തം നിന്റെ മേൽ ഇന്ന് രാത്രി വീഴുകയാ. ആ രക്തം നിന്റെ മേൽ ഇന്ന് ദൈവം തളിക്കുക. ആ രക്തം നിന്റെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ ആ രക്തം തളിക്കുക. ആ രക്തം ശുദ്ധമാണ്, അത് പുണ്യക രക്തമാണ്, അത് വിശുദ്ധ രക്തമാണ്. കാൽവരി ക്രൂശിൽ എനിക്കും നിനക്കും വേണ്ടി ചൊരിഞ്ഞ ആ രക്തം നിന്റെ മേൽ തളിക്കുക. ആത്മാവി സ്വീകരിച്ച്, ആത്മാവി സ്വീകരിച്ച്, കരമടിച്ച് സ്വീകരിച്ച്, ദൈവസത്യ സ്വീകരിച്ച് ഞാൻ പ്രവചിച്ചു പറയുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചില രോഗക്കെട്ടുകൾ അഴിഞ്ഞു മാറുകയാണ്. ഞങ്ങളെ ലൈവിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങളുടെ മേൽ ചില ശാപക്കെടുതികൾ, ചില രോഗശക്തികൾ ഇന്ന് രാത്രി അഴിയട്ടെ. എനിക്കത് ആത്മാവി കാണാം. ഞാൻ ആത്മാവി കണ്ടുകൊണ്ടാ ഈ ദൂത് പ്രസംഗിക്കുന്നേ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇത് നിങ്ങളോടുള്ള പ്രൊഫസിയാ. തീക്കകത്ത് കെട്ടഴിഞ്ഞവരായി എബ്രായ ബാലന്മാർ കാണപ്പെട്ടെങ്കിൽ അതിനൊക്കെ പവർഫുള്ളാ the blood of Jesus. യേശുക്രിസ്തുവിന്റെ രക്തത്തിന് നിന്റെ കൂടാരത്തിനകത്ത് വ്യാപരിക്കുന്ന സകല വെല്ലുവിളികളെയും ഇന്ന് രാത്രി ജയം തരാൻ കഴിയും. പണ്ട് 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 നമ്മുടെ അപ്പച്ചന്മാർ അല്ലേ പക്ഷേ, നമ്മുടെ അപ്പച്ചന്മാരും നമ്മുടെ പൂർവ്വ പിതാക്കന്മാരുമൊക്കെ സഭക്കകത്ത് ട്രമ്മടിച്ച് കുലിക്ക് തകർത്ത് പാടിയ ഒരു പാട്ടുണ്ട്, കേട്ടിട്ടില്ലേ? രക്തം കൊണ്ട് മുദ്രയിട,
രക്തം കൊണ്ട് മുദ്രയിൽപ്പെട്ട ജനം ഒന്നിച്ച് കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. ഓ യേശുനാഥ നാമത്തിനു ജയം ജയം. ശത്രുഗണം ശത്രുഗണം ഒന്നാകാതെ ചെങ്കടലിൽ മുങ്ങിപ്പോൾ. ശത്രുഗണം ഒന്നാകാതെ ചെങ്കടലിൽ. അല്പം ഫാസ്റ്റായിട്ട്. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയിൽ നീമേൽ. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയിൽ നീമേൽ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൊരു സ്തോത്രം എന്ന് പറഞ്ഞേ. ഓ പ്രൈസ് ഗോഡ്. അങ്ങനെയാണെങ്കിലേ ഞാൻ പുതിയ നിയമത്തിലോട്ട് വരികയാണ്. പഴയ നിയമത്തിൽ മഹാപുരോഹിതൻ 7 തവണ രക്തം തളിച്ചെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട മഹാപുരോഹിതൻ പൗലോസ് എബ്രായ ലേഖനത്തിൽ പറയുക 7-ാം അധ്യായത്തിൽ, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്. പവിത്രൻ, നിർമ്മലൻ, നിർദോഷൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ. അയ്യോ, സഭക്ക ആ തിരുവചനം അറിയാമെങ്കിൽ ഉറക്കെ പറ, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്. പറ, പവിത്രൻ, നിർമ്മലൻ, നിർദോഷൻ, പാപികളോട് വേർവിട്ടവൻ. അടുത്ത വാക്യം, സ്വർഗത്തേക്കാൾ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മഹാപുരോഹിതൻ ആരാ? നമ്മുടെ മഹാപുരോഹിതൻ ആരാ? യേശു. ഒന്നുറക്കെ പറഞ്ഞേ. പോരെ മക്കളെ, ശബ്ദം ഉയർത്തി. യേശു. ഞങ്ങൾ കത്തോലിക് എന്ന് വന്നതാ, കാത്തലിക് എന്ന് വന്നതാ. ഈ കാത്തലിക് ഞങ്ങൾ ധ്യാനം കൂടാൻ പോകുമ്പോൾ, കരിസ്മാറ്റിക്കിന്റെ ധ്യാനം കൂടാൻ പോകുമ്പോൾ അവരെല്ലാം ഈടി വെട്ടുന്ന പോലെ വിളിക്കും, യേശു. അവിടെ പെന്തക്കോസ്തുകാർക്ക് വിളിക്കാൻ മടിയുള്ള കാര്യമാണ്. എന്നാലും ഒന്ന് വിളിച്ച, ഒന്നുറക്കെ വിളിച്ച്. ആരാ നമ്മുടെ മഹാപുരോഹിതൻ? യേശു. ഒന്നുകൂടി, യേശു. അവസാനം ഒന്നുകൂടി പറഞ്ഞു. ഇത് കുലുങ്ങി താഴോട്ട് വേണം, ഞാൻ പണിത് കൊടുത്തേക്കാം. ഒന്നുകൂടി, നമ്മുടെ മഹാപുരോഹിതൻ ആരാ? യേശു. യേശുവാണ് മഹാപുരോഹിതൻ. യേശുവാണ് മഹാപുരോഹിതൻ. ഇനി ആ യേശു എന്ന മഹാപുരോഹിതൻ 7 തവണ രക്തം തളിച്ചു. പറഞ്ഞു തരാം. യോഹന്നാൻ 14:13 യേശു പെസഹ പെരുന്നാൾ ആചരിക്കുന്നു. എവിടെ? മാർക്കോസിന് മാളികമുറിയിൽ. മാർക്കോസിന് മാളികമുറിയിൽ പെസഹ ആചരിച്ച കർത്താവ് യോഹന്നാൻ 14 ആ പെസഹ ആചരിച്ച മുറിക്കകത്തിരുന്ന് ശിഷ്യന്മാരോട് പ്രസംഗിച്ചു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. പ്രധാനപ്പെട്ട 7 വാഗ്ദത്തം ആ മാളിക മുറിക്കകത്തിരുന്ന് യേശു ജനത്തിന് കൊടുത്തു. യൂദ യേശുവിനെ കാണിച്ചു കൊടുക്കേണ്ടതിന് അവിടെ നിറങ്ങിപ്പോയി. യേശു 11 പേരോട് യോഹന്നാൻ 14 അവസാനം പറഞ്ഞു, എഴുന്നേൽപ്പിൻ, നമുക്ക് പോകാം. എഴുന്നേൽപ്പിൻ, നമുക്ക് പോകാം. അവർ എഴുന്നേറ്റു. എവിടുന്ന്? മാർക്കോസിന് മാളിക മുറിയിൽ നിന്ന് അവർ എഴുന്നേറ്റു. എവിടേക്കാ പോകുന്നത്? യേശു സ്ഥിരം പോയിരുന്ന ഒരു തോട്ടമുണ്ട്. ഏതാണ് ആ തോട്ടം? ഗദസമനയുടെ തോട്ടമാണ്. ആ തോട്ടത്തിലേക്കാണ് യേശു പോകുന്നത്. യേശുവിൻ്റെ വഴി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. മാർക്കോസിന് മാളിക മുറിയിൽ നിന്ന് ഇറങ്ങിയ യേശു യെരൂശലേം ദൈവാലയത്തിന് വാതിക്കൽ കൂടി ഒഴുകുന്ന ഒരു തോടുണ്ട്. ആ തോടിന്റെ പേര് കിദ്രോൻ തോടെന്നാണ്. ആ തോട് നീന്തി കടന്ന്, കാല് വെച്ച് നീന്തി യേശു ഗദസമനയിലേക്ക് കയറി. ഈ കിദ്രോൻ തോട്ടിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? കിദ്രോൻ തോടിന്റെ പ്രത്യേകത, ഹെർമോന്യ പർവ്വതങ്ങളിൽ നിന്ന് മഞ്ഞുരുകി ഒഴുകുന്ന വെള്ളം ഈ തോട്ടിലേക്ക് ഒഴുകുന്നത് ഈ ഇരിക്കുന്ന വെള്ളത്തിനേക്കാൾ ട്രാൻസ്പെറന്റ് ആയാണ്. എന്ന് വെച്ചാൽ സ്ഫടിക തുല്യമായ വെള്ളമാണ് മലയിൽ നിന്നും ഒഴുകി വരുന്നത്. ഈ നദി യെരൂശലേം ദൈവാലയത്തിന്റെ വാതിക്കൽ വന്നാൽ ഈ കളറിലാണ് ആ തോട് ഒഴുകുന്നത്, ചോര നിറത്തിൽ. എന്താണ് തോടിന്റെ കളറ് മാറാൻ കാര്യം?
യെരൂശലേം ദൈവാലയത്തിൽ ദിവസവും യാഗം കഴിക്കുന്ന യാഗവസ്തുവിന്റെ ചോര അവര് ഒഴുക്കി വിടുന്നത് കിദ്രോൻ തോട്ടിലേക്ക്. ആ തോട് ആലയത്തിന്റെ വാതിൽ മുഴുവൻ ഒഴുകുന്നത് ചോര നിറമായിട്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം പറയട്ടെ, ആമേ, കഴിഞ്ഞ 1500 വർഷമായി വരാനിരിക്കുന്ന മശികിയായ പൊരുളായ ക്രിസ്തുവിന്റെ നിഴലായി ആടിന്റെ യാഗം നടത്തുന്നു. ആ നിഴലായ ആടിന്റെ ചോര തോട്ടിൽ കൂടി ഒഴുകുമ്പോൾ പൊരുളായ കുഞ്ഞാട് ആ നീന്തി കടന്ന് അവൻ ഗദസമനയിലേക്ക് കയറി. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. കിദ്രോൻ തോട് നീന്തിക്കടന്ന് അവൻ ഗദസമനയിലെത്തി. ആമേൻ. 3 ശിഷ്യന്മാരെ, ആമേൻ, സഭയുടെ തൂണുകളായി എണ്ണപ്പെട്ട പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, 3 പേരെയും കൊണ്ട് അല്പം മുന്നോട്ട് പോയി മുട്ടുകുത്തി യേശു പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒന്ന് ശ്രദ്ധിക്കണേ, ആരെങ്കിലും ഇന്ന് പകൽ ആദ്യമായി വന്നെങ്കിൽ, ഞങ്ങൾ ആരെങ്കിലും ആദ്യമായി ലൈവിൽ കേൾക്കുന്നെങ്കിൽ നിങ്ങളോടുള്ള ദൂതാണ്. യേശു 7 തവണ രക്തം തളിച്ചു. ഒന്നാമത്തെ രക്തം തളിച്ചത് ഗദസമനയുടെ തോട്ടത്തിലാ. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? പാപത്തിന്റെ വിമോചനം ഉണ്ടായത് യേശുവിന്റെ ശരീരം രക്തം ഒഴുകിയപ്പോഴാ, അല്ലേ? കുരിശെടുത്ത് തോളിൽ വെച്ചപ്പോൾ, തലയിൽ മുൾക്കിരീടം അടിച്ചപ്പോൾ, കൈകാലുകൾ ആണിയടിച്ചപ്പോൾ, എന്നാൽ ആണിയടിക്കാതെ, മുൾക്കിരീടം വെക്കാതെ, കാല് തുളക്കാതെ, മാർവിടം തുളക്കാതെ അവന്റെ രക്തം ഇതാ നിലത്ത് വീഴുന്നു. എവിടെ? ആമ പ്രാണവേദനയിലായി അവന്റെ രക്തം നിലത്ത് വീണു. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, പ്രാണവേദനയിലായപ്പോൾ അവന്റെ രോമകൂപത്തിലൂടെ വലിയ വിയർപ്പ് തുള്ളിക്കണക്ക് രക്തം വെളിയിലേക്ക് വന്നു. എന്തിനാണെന്നറിയാമോ? ലോകത്ത് നിങ്ങൾ അറിയണം, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് രക്തം രോമകൂപത്തിലൂടെ വെളി വരുന്നെങ്കിൽ ഒന്നെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകണം. അത് ചെറുത് പറ്റത്തില്ല. ബോംബ് പൊട്ടുന്നത് പോലെ ഹൃദയം പൊട്ടി തകർന്നാൽ രക്തം രോമകൂപത്തിലൂടെ വെളിയിലേക്ക് ചാടും. ഒന്നാമത്തെ രക്തത്തളി ദാണ്ട് ഇവിടെ തളിച്ചു. എങ്ങനെ? അവന്റെ ഹൃദയം പൊട്ടി. ഞാനൊരു ദൂത് പറയാം, ആർക്കെങ്കിലും വേണമെങ്കിൽ അങ്ങ് ഏറ്റെടുക്കണം. നിന്റെ സകല മാനസിക ഡിപ്രഷനുകൾ മാറ്റേണ്ടതിന് അവൻ രക്തം തളിച്ചു. നിന്റെ മാനസിക ബുദ്ധിമുട്ടുകൾ മാറ്റേണ്ടതിന്, നിന്റെ ഹൃദയത്തിന്റെ ഞരക്കം മാറ്റേണ്ടതിന്, അവൻ നീ മാനസികമായി അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്ക് ഒരു മറുപടി തരേണ്ടതിന് ഗദസമനയുടെ തോട്ടത്തില് എന്റെ യേശുവിന്റെ രക്തം വിയർപ്പ് തുള്ളി നിലത്തു വീണു. ഇന്ന് രാത്രി ആരെങ്കിലും ഞങ്ങളെ മുറിക്കകത്തിരുന്ന് കേൾക്കുന്നെങ്കിൽ ഞാനൊരു കാര്യം പറയാ, നിന്റെ മനസ്സ് തകരുന്നത് കണ്ടപ്പോ, നിന്റെ മനസ്സ് പെടയുന്നത് കണ്ടപ്പോ, നിന്റെ മനസ്സിന് ശാന്തി തരാൻ, നിന്റെ മനസ്സിന്റെ ഡിപ്രഷൻ മാറ്റാൻ, നീ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം തരാൻ ഒന്നാമത്തെ രക്തത്തളി ഇതാ ഗദസമന തോട്ടത്തിൽ യേശു തളിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജന, സകല ഡിപ്രഷനുകളിൽ നിന്ന് ഇന്ന് രാത്രി വെളി വരികയാ. അച്ഛാ, എന്റെ ചർച്ചിൽ വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളം ലൂർദ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ജോർജ് എന്ന് പറഞ്ഞ ഡോക്ടർ എൻ്റെ ചർച്ചിൽ വരുന്നു. ഞാൻ ചോദിച്ചു, സാർ, ഈ രക്തമൊക്കെ ഇങ്ങനെ വേർപ്പ് തുള്ളി ഈ രോമത്തിലൂടെ വെളി വരിക എന്ന് പറയുന്നത് എന്താ സാറേ? സാറ് പറഞ്ഞു, എൻ്റെ പൊന്നു പിച്ചു പാർഷേ, ഹൃദയം പൊട്ടി എന്നൊക്കെ പറയും, പക്ഷെ അങ്ങനെയൊന്നും വരത്തില്ല. നമ്മൾ പറയില്ലേ ബോംബ് ബ്ലാസ്റ്റ് എന്നൊക്കെ പറയില്ലേ, ഇതുപോലെ ബോംബ് പൊട്ടുന്ന പോലെ ഹൃദയത്തിന്റെ പേശികളും ഭിത്തികളും ഞരമ്പുകളും എല്ലാം പൊട്ടിത്തെറിച്ച് കഴിയുമ്പോൾ അതിനകത്തെ രക്തം അതിനകത്തുനിന്ന് ഓവർഫ്ലോ ആയി ഈ രോമത്തിലൂടെ വെളി വരും. ഇന്ന് രാത്രി നിങ്ങൾ ഓർക്കണം, യേശു തമ്പുരാൻ ഗദസമനയിൽ അനുഭവിച്ച വേദന നിന്റെ വേദന മാറ്റാനാകുഞ്ഞേ. നീ എന്തിനാ മാനസികമായി ഭാരം അനുഭവിക്കുന്നേ? ഇന്ന് രാത്രി ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു തരത്തില് ഒരു മാനസിക പ്രശ്നം ഇന്ന് അനുഭവിക്കുന്നെങ്കിൽ അത് തമ്പുരാന്റെ തോളിലേക്ക് ഇന്ന് രാത്രി ഇട്ടുവിട്.
എന്നോട് അതേ സാറ് രണ്ടാമതൊരു സൊല്യൂഷൻ പറഞ്ഞു. ദോസേ, ഈ രക്താണലി എന്നൊക്കെ പറഞ്ഞ അണലിപ്പാമ്പ്, ഈ അണലിപ്പാമ്പിന്റെ വിഷം ഒരു ശരീരത്തിലോട്ട് കയറിയാൽ ഇതുപോലെ രക്തം ഈ രോമകൂപത്തിലൂടെ പുറത്തു വരും. അപ്പോൾ എനിക്കൊരു ദൂത് ദൈവം തന്നു. ആദാമ്യ പാപം ആ പാമ്പിന്റെ രൂപത്തിൽ മാനവ കുലത്തിനകത്തോട്ട് വന്നത് മുഴുവൻ അവൻ ഹൃദയത്തിലോട്ട് വഹിച്ചപ്പോ ആ സകല പാപത്തെയും സകല ശാപത്തെയും സകല ഡിപ്രഷനുകളെയും അകത്തുന്നവൻ വെളിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ഇന്ന് രാത്രി മനസ്സ് തകർന്നവർ ഇന്ന് രാത്രി ബലപ്പെടുകയാണ്. ഹൃദയം ഉടഞ്ഞവർ ഇന്ന് രാത്രി ബലപ്പെടുകയാണ്. ആരും മനസ്സ് തകരരുത്. ഞങ്ങളെ കേൾക്കുന്നവരോട് പറയുന്നു, ആരും ആത്മഹത്യക്കൊരുങ്ങരുത്. ആരും മരിക്കാൻ തയ്യാറാകരുത്. ഒരു പിടി കയറിൽ ഒരു പിടി വിഷത്തിൽ നിന്റെ ജീവിതം അവസാനിപ്പിക്കരുത്. ഇന്ന് രാത്രി ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്ന് ഞങ്ങളെ കേട്ടാലും കുഞ്ഞെ, നിന്റെ മാനസിക പിരിമുറുക്കം മാറ്റാന് എന്റെ യേശു പ്രാണവേദനയിലായത്. എന്റെ പൊന്നു പാസേ, നിങ്ങൾക്ക് ഈ ശബ്ദം ഉണ്ടാക്കുന്നത്, ഈ പ്രസംഗിക്കുന്നതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? എൻ്റെ പൊന്നു മക്കളെ, ഞങ്ങളിങ്ങനെയൊക്കെ പ്രസംഗിച്ചത് കൊണ്ടാ പലതും കയറെ തൂങ്ങാഞ്ഞ് ഈ ആലയത്തിൽ വന്നിരുന്ന ദൈവത്തെ ആരാധിക്കുന്നേ. മനസ്സിലായില്ലല്ലേ? 45 കോടി 45 ലക്ഷമൊക്കെ കടമുണ്ടായിട്ടും ആത്മഹത്യ ചെയ്യാതെ അന്യഭാഷ പറഞ്ഞ് ഇതിനകത്തിൽ നിന്ന് തകർത്താരാധിക്കുന്നത് കടഭാരമില്ലാഞ്ഞിട്ടല്ല, ഭവനത്തെ പ്രശ്നമില്ലാഞ്ഞിട്ടല്ല, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇതിന് നടുവിലുണ്ട്. സദൃശവാക്യത്തിലൊരു വാക്യമുണ്ട്, മനസ്സ് തകർന്നവനെ ആർക്ക്? വാക്യമാ, സദൃശവാക്യത്തിലെ വാക്യമാ, മനസ്സ് തകർന്നവനെ ആർക്ക് സഹിക്കാം? മനസ്സ് തകർന്ന ആർക്കും സഹിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ 5 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭാരതത്തിലെ ഒരു വലിയ കോടീശ്വരൻ ആത്മഹത്യ ചെയ്തത് പണമില്ലാഞ്ഞിട്ടല്ല, വണ്ടിയില്ലാഞ്ഞിട്ടല്ല, ബംഗ്ലാവില്ലാഞ്ഞിട്ടല്ല. എപ്പോഴെങ്കിലും ഒരു തവണ മനസ്സ് തകർന്ന് പൊടിഞ്ഞ ഒരു യേശുവിന്റെ സ്നേഹം ആ മനുഷ്യന്റെ അകത്ത് കയറിയിരുന്നെങ്കിൽ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ തനിക്ക് കഴിയുമായിരുന്നു. ദൈവ പൈതലേ, ഇന്ന് രാത്രി കേൾക്ക്, നിനക്ക് വേണ്ടിയ പ്രാണവേദനയിലായ ഞാന് ഒരു ആഹ്വാനം എന്നതിൽ പറയാം. നിന്റെ ജീവിതം ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിന് മുൻപ് നീ ഒരാളെ കാണണം. നിനക്ക് വേണ്ടി ഹൃദയം തകർന്ന ഒരു യേശുവുണ്ട്. ഈ കൂടെ ഷാരോണെ, എനിക്കിഷ്ടമുള്ളൊരു ഒരു പ്രാസംഗികനാ ഈ DGS ദിനകരൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആരെന്ത് പറഞ്ഞാലും എനിക്ക് ആ മനുഷ്യനെ ഇഷ്ടമാണ്. കാരണം ആ മനുഷ്യൻ കരഞ്ഞോണ്ടേ പ്രസംഗിക്കത്തുള്ളൂ. പുള്ളി കരയാതെ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. പക്ഷെ പുള്ളി പ്രസംഗിക്കുമ്പോഴൊക്കെ ഈ ജനത്തെ ആഹ്വാനം ചെയ്ത് ഒരു പാട്ട് പാടും. അറിയാമോ? കണ്ണീരെല്ലാം തുടയ്ക്കും കൺമാണി പോലെ കാക്കും, കണ്ണീരെല്ലാം തുടയ്ക്കും കൺമാണി പോലെ കാക്കും, കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടും. കാർമേഘം ചേർന്ന് പറയാമോ? കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടും. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. ചേർന്ന് പറ, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. അടുത്ത വരി അറിയാമോ?
അറിയില്ലല്ലേ? പറയണം. മനക്ലേശം നേരിടുമ്പോ ബലം നിനക്കു നൽകോ. മനക്ലേശം നേരിടുമ്പോ ബലം നിനക്കു നൽകും. ആരായിരുന്നാലും ഭേദങ്ങൾ എണ്ണിയ കനിവോടെ സ്നേഹം നൽകിടും. ആരായിരുന്നാലും ഭേദങ്ങൾ എണ്ണിയ കൃപയാലെ സ്നേഹം നൽകിടും. മനക്ലേശം നേരിടുമ്പോ ബലം നിനക്കു നൽകും. ഇന്ന് രാത്രി പോകുമ്പോ ഈ ബലം ഏറ്റെടുത്തോണ്ട് വേണം പോകാൻ. മനക്ലേശം ഈ ശക്തി ഏറ്റെടുത്തോണ്ട് വേണം പോകാൻ. ആരും തകർന്നു പോവല്ലേ കേട്ടോ. ബലം നിനക്കു നൽകും. ഒന്നാമത്തെ രക്തത്തളി ഗെത്സമനയിൽ. കർത്താവിൻ്റെ ദാസൻ എനിക്ക് തന്ന സമയം ഇനി 4 മിനിറ്റേ ഉള്ളൂ. ഈ 4 മിനിറ്റിൽ ഞാൻ ബാക്കിയുള്ള 6 രക്തത്തളി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓക്കെ? രണ്ടാമത്തത് ആമേൻ. യെശയ്യാ 52:14. അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും, രോമം പറിക്കുന്നവർക്ക് എൻ്റെ കവിളും കാണിച്ചു കൊടുത്തു. എൻ്റെ മുഖം നിന്നേക്കും തുപ്പലിനും മറച്ചിട്ടില്ല. രണ്ടാമത്തെ രക്തത്തളി ദാ ഈ കവളത്തന്ന സൗരന്മാരെ, നിങ്ങളെല്ലാം വിചാരിച്ചിരിക്കുന്നത് യേശുവിൻ്റെ കവിളിലെ രോമം പറിച്ചെന്നല്ലേ? പ്ലീസ് ഒന്ന് വരാമോ? അറിയണം, അന്നേ അവൻ്റെ രോമം മുഖത്തുനിന്ന് പിടിത് പറിച്ചെങ്ങനെയാണെന്നറിയോ? കേട്ടോ, അന്നത്തെ റോമൻ നാണയമുണ്ട്. നാണയം നടുക്ക് ഹോളുള്ള ഓട്ടയുള്ള നാണയം. ആ നാണയം താടി രോമം കൂട്ടിപ്പിന്നി, എന്നിട്ട് ആ താടി രോമത്തിലേക്ക് ഈ നാണയം കയറ്റി കെട്ടുകളാക്കി, എന്നിട്ട് ആ നാണയത്തുട്ടിട്ട് കെട്ടുകളായി പിടിച്ച രോമത്തെ ചവണ പോലൊരു സാധനമിട്ട് വലിച്ചു പറിച്ചു. കുട്ടനാടിൽ ഈ വിത കഴിഞ്ഞ് ഒരു ചെറിയ പൊക്കമാകുമ്പോൾ ഞാറ് ചെളിയോടെ പറിച്ചെടുക്കുന്നത് പോലെ നാണയം കെട്ടി പറിച്ചെടുക്കുമ്പോൾ തൊലിയല്ല പോയത്, മാംസപിണ്ഡങ്ങൾ പറഞ്ഞുപോയി. മീക പ്രവചനം 5-ാമത്തെ വാക്യം പറയുന്നു, ആമേ പടക്കൂട്ടമേ ഒരുമിച്ച് എഴുന്നേക്കുക, ഇസ്രയേലിൻ്റെ പരിശുദ്ധനെ അവർ വടി കൊണ്ട് മുഖത്തടിച്ചു. ദൈവമക്കളെ, 4 അടി 3.5 അടി ആമ നീളമുള്ള വടി, 1.5 ഇഞ്ച് 2 ഇഞ്ച് വലിപ്പമുള്ള റൂൾ വടി, ആ വടി വെച്ച് പിഴുതു പറിച്ച മുഖത്തോട്ട് ആഞ്ഞടിച്ചപ്പോൾ കാമൻ 10,000-ങ്ങളിൽ അതിസുന്ദരനായ എൻ്റെ അപ്പൻ്റെ മുഖം കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമായി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ നിങ്ങളുടെ കൈകൂപ്പി ചോദിക്കുക, ഞങ്ങൾ പറഞ്ഞിട്ട് വേണോ നിങ്ങൾ ഒരു ഹല്ലേലൂയ പറയാ? ഞങ്ങൾ പറഞ്ഞിട്ട് വേണോ നിങ്ങൾ കൈയടിക്കാൻ? ഞങ്ങൾ പറഞ്ഞിട്ട് വേണോ നിങ്ങൾ നൃത്തം ചെയ്യാൻ? നിങ്ങൾക്ക് വേണ്ടി കവളിലെ രോമം പിഴുതു പറിച്ച എന്റെ യേശുവിനെ ആരാധിക്കാൻ. നാളെ സ്ഥലത്ത് വൈകിട്ട് പ്രസംഗിക്കണം. ഈ ആഴ്ച മുഴുവൻ പ്രസംഗിക്കണം. ഞാൻ ഓർത്ത് ഇന്ന് പതുക്കെ പ്രസംഗിക്കാം. നാളെ പ്രസംഗിക്കാനും തൊണ്ട വേണ്ടേ? കുറേ ആഴ്ചയായി തുടങ്ങിയിട്ട്. ഞാൻ ഇന്ന് ശബ്ദം എടുക്കണ്ട, പതുക്കെ പ്രസംഗിക്കാം. പക്ഷേ ഞാൻ ആ മുറിയിരുന്ന് ഇത് ധ്യാനിച്ചപ്പോൾ ഞാൻ അത് കർത്താവേ, എങ്ങനെ ഞാൻ പ്രസംഗിക്കാതിരിക്കും? എങ്ങനെ ആരാധിക്കാതിരിക്കും? എനിക്ക് വേണ്ടി കവളിലെ രോമം പിഴുതു പറിച്ച എൻ്റെ തമ്പുരാൻ ആ രക്തത്തളി പറഞ്ഞില്ലേ? കരമടിച്ചു ദൈവത്തെ വന്ന് സ്തുതിച്ച്.
മകനേ മകളേ നീ മാന്യനായിടുവാ മകനേ മകളേ നീ മാന്യനായിടുവാ കാൽവരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു കാൽക്കരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു മകനേ നീ നോക്കുക നിനക്കായി തകർന്നിടുന്നു മകനേ നീ നോക്കുക നിനക്കായി തകർന്നിടുന്നു കണ്ടാലോ ആളറിയുകില്ല. അവനെ ഒന്ന് ധ്യാനിക്കാമോ? ഉഴവു ചാൽ പോൽ മുറിഞ്ഞിടുന്നു കണ്ടാലോ മുഖ ശോഭയില്ല ചോരയാൽ നിറഞ്ഞൊഴുകിയിടും മകനേ മകനേ മകളേ നീ മാന്യനായിടുവാൻ നമ്മെ മാന്യനാക്കാൻ മകനേ അക്കാലം വന്നു മകളേ നീ മാന്യനായിടുവാൻ കാൽവരി കാൽവരി നിനക്കായി പിടഞ്ഞിടുന്നു കാൽക്കരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു മകനേ നീ നോക്കുക നിനക്കായി തകർന്നിടുന്നു മകനേ നീ നോക്കുക നിനക്കായി തകർന്നിടുന്നു. ഒന്നാമത്തെ രക്തത്തളി ഗതസമനിലാകട്ടോ, രണ്ടാമത്തെ രക്തത്തളി ഇവിടെ നിന്നാകട്ടോ. കൊച്ചിങ്ങ് വന്നേ മോനെ, മോനിങ്ങ് വന്നേ. മൂന്നാമത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടൊരു കാര്യം പറയട്ടെ. യേശുവിൻ്റെ തലയിൽ അടിച്ച് കയറ്റിയ ആ മുള്ളുണ്ടല്ലോ, ആ മുള്ള് ഞാൻ കണ്ടതാ. 3.5 ഇഞ്ച് 4 ഇഞ്ച് നീളം വരും. ഈ 2 വിരൽ വെച്ചാൽ അടുത്ത മുള്ള കൂട്ടിപ്പെടഞ്ഞു ചവണ കൊണ്ട്, എന്നിട്ട് ശിരസിൽ വെച്ചു. ഗബദ മുതൽ ഗദസ് ഗൊൽഗോത്ത വരെ ഈ മുള്ളു വഹിച്ചുകൊണ്ട് എൻ്റെ അപ്പം പോയാൽ ഇത് താഴെ വീഴും എന്നവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ഈ മുള്ള് വെക്കുമ്പോൾ തന്നെ നിങ്ങൾ കാണണം 3 ഇഞ്ച് ഈ 3 പൊങ്ങിയിരിക്കും. ഈ മുള്ള് ഫിറ്റ് ചെയ്യാൻ ഒരുത്തം മുന്നോട്ട് വന്ന് ഒരു കോലെടുത്ത് എന്റെ അപ്പന്റെ തലയിലെ മുൾക്കിരീടത്തിൽ ആഞ്ഞടിച്ചു. അടിച്ചടിക്കകത്ത് സിമന്റ് വെച്ച് ലോക്കാക്കി എന്നല്ല, തലയോട്ടി നൊത്ത് കണ്ണിന്റെ കുഴിയിലേക്ക് മുള്ളിറങ്ങി. ആ മുള്ള് തലയോട്ടിയിൽ പതിയുമ്പോൾ ജോസിഫസ് എന്ന ചരിത്രകാരൻ പറയുന്നു, ഒരു കണ്ണ് തൂങ്ങിക്കിടന്നിരുന്നു. എന്തിനാ ദൈവമൈതലേ? നിനക്ക് വേണ്ടിയല്ല ഇന്ന് രാത്രി ആ രക്തത്തളി അവൻ പ്രാപിച്ചത്. ഇന്ന് രാത്രി നിന്റെ ശിരസിൽ കിടക്കുന്ന സകല ശാപത്തിന്റെ കെട്ടുകളോ ഇന്ന് രാത്രി അഴിയുക.
ജനം ഫ്രീയാ. ആദാമ്യ പാപം നിമിത്തം വന്നുപോയ ശാപത്തിന്റെ കെടുതി അവൻ രക്തത്തെ തളിച്ചു. കൈത്തണ്ടിൽ നാലാമത്തെ രക്തം, കാലിൽ അടുത്ത രക്തം, ഇങ്ങനെ വന്ന് ഏഴാമത്തെ രക്തത്തളി ക്രൂശിൽ കിടക്കുന്ന യേശുവിന്റെ വിലാപ്പുറം നോക്കി കുത്തി. ഉടനെ അവിടുന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. ദൈവമക്കളെ, ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരെ ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നു. ഒരു ഗർഭിണിയായ ഒരു അമ്മ അവിടെ പ്രസവ വേദന വരുമ്പോൾ ഫസ്റ്റ് നടക്കുന്നത് വാട്ടർ ബാഗ് പൊട്ടും. ഒരു ഡെലിവറിക്ക് മുമ്പ് ഒരു ഗർഭം ധരിച്ച അമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് വാട്ടർ ബാഗ് പൊട്ടും. വാട്ടർ ബാഗ് പൊട്ടുന്നതിന്റെ പുറകെ രക്തവും ഒഴുകും. ഇത് രണ്ടും ഒഴുകുമ്പോൾ ആ ലേബർ മുറിയിൽ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാം. ദൂത് തിരിച്ചറിഞ്ഞവർക്കായി സ്തോത്രം. വിലാപ്പുറത്ത് നിന്ന് അവർ കുത്തിയ കുത്തിനകത്തുനിന്ന് വെള്ളവും രക്തവും പുറത്തു വന്നപ്പോൾ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന നിന്റെ കരച്ചിൽ എൻ്റെ യേശു കേട്ടു. ഇവിടെ പ്രസംഗിക്കുന്ന എൻ്റെ കരച്ചിൽ എൻ്റെ യേശു കേട്ടു. ഒന്നാമത്തെ ആദാമിന്റെ വാരിയലിനകത്തുനിന്ന് ഒരവ്വ പുറത്തു വന്നെങ്കിൽ ഒടുക്കത്തെ ആദാമായ ക്രിസ്തുവിന്റെ വിലാപ്പുറത്ത് നിന്ന് ദൈവസഭ വെളി വരികയാ. ജീസസ്. ഏഴാമത്തെ രക്തത്തളി അവിടെ. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഈ ലോകത്തും നിന്നെ വിടുവിപ്പാൻ യേശുവല്ലാതെ വേറൊരു ദൈവമില്ല. ഞങ്ങൾ ഈ യേശുവിനെ കണ്ടു, ഈ സ്നേഹത്തെ കണ്ടു. ആ സ്നേഹത്തെ അറിഞ്ഞപ്പോ തിരുസഭയുടെ പ്രമാണമായ വിശുദ്ധ സ്നാനം വെള്ളത്തിൽ ഇറങ്ങി. പിതാവ് പുത്ര പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ സ്നാനപ്പെട്ടു. ഞാൻ സ്നാനപ്പെട്ടത് ഒരു പാതിരാത്രിയാ. സത്യം അറിഞ്ഞപ്പോ എനിക്ക് നാളത്തേക്ക് മാറ്റിവെക്കാൻ ഒത്തില്ല. രാത്രി 1 മണിക്കാണ് ഞാൻ സ്നാനപ്പെട്ടത്. നാളെ നേരം വെളുത്താൽ യേശു വന്നാ ഞാൻ പോയില്ലെങ്കിലോ? ഇന്ന് രാത്രി ആരെങ്കിലും ഈ സ്നേഹം അറിഞ്ഞിട്ട്, ഈ കൃപ അനുഭവിച്ചിട്ട് സ്നാനപ്പെടാതെ ഉണ്ടെങ്കിൽ, മക്കളെ, എൻ്റെ അപ്പൻ അനുഭവിച്ച വേദന മുഴുവൻ നിനക്ക് വേണ്ടിയാ. അവന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിച്ച് ഈ പെട്ടകത്തിനകത്തോട്ട് കേറിക്കോ. കാഹള ശബ്ദം കേൾക്കാനായി യേശുവിന്റെ വരവായി. അവൻ വാതിക്കലെത്തി. യേശു പറഞ്ഞു, ഞാൻ പോയതുപോലെ വീണ്ടും വരും. അവന്റെ വരവിൽ എടുക്കപ്പെടാൻ, അവന്റെ വരവിൽ ചേർക്കപ്പെടാൻ റെഡിയാകണം. ഇന്ന് രാത്രി ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ ലൈവിലൂടെ ഞങ്ങൾ കൊണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ രക്ഷയുടെ അനുഭവം അനുഭവിച്ചിട്ടില്ലെങ്കിൽ, ഞാൻ ഇന്ന് പ്രസംഗിച്ച 7 രക്തത്തളിയും നിന്റെ പാപത്തിന് വേണ്ടിയാ. സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി തീരുമാനമെടുക്കണം. ഒരവസരം ഈ ദൈവദാസന്മാരോട് ചോദിക്കാതെ ഞാൻ 1 മിനിറ്റ് എടുക്കുക. എനിക്ക് യേശുവിനെ വേണം, എനിക്ക് യേശുവിനെ ഇഷ്ടമാ, എനിക്ക് വേണ്ടിയാ യേശു അപ്പം മരിച്ചത്. അവന്റെ കൽപ്പനയാകുന്ന സ്നാനം എനിക്ക് സ്വീകരിക്കണം. ഞാൻ റെഡിയാ. ഒരുപക്ഷെ ഇന്ന് ഞങ്ങൾ നിങ്ങളെ വെള്ളത്തിലേക്ക് പിടിച്ചിടത്തില്ല, പക്ഷെ നിങ്ങളുടെ ആ തീരുമാനം സ്വർഗം ഇന്ന് മുദ്രവെക്കും. അങ്ങനെ ഞാൻ തയ്യാറാണ് എന്നാരെങ്കിലും ഇന്ന് ഹൃദയത്തിൽ ഒരു പ്രേരണ ഉണ്ടെങ്കിൽ ഒന്ന് ചാടി എഴുന്നേക്കാമോ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ആരെങ്കിലും ഇന്ന് രാത്രി ഒരുപക്ഷെ സ്നാനപ്പെട്ടവരാകാം, സ്നാനപ്പെടാത്ത ആരെങ്കിലും ഇതിന് നടുവിലുണ്ടെങ്കിൽ, നിങ്ങൾ അവൻ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ഈ യേശുവിനെ എനിക്ക് വേണം, ഈ യേശുവിനെ രക്ഷകനും കർത്താവുമായി ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്
ഞാനാണ് എന്ന് പറയാൻ തന്റെ ഇടമുള്ളവർ ചാടി എഴുന്നേറ്റ് ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. പറ്റുമെങ്കിൽ മുന്നോട്ട് ഓടിവാ, ഒന്ന് ഓടി വന്ന് അല്ല ഞാൻ യേശുവിനെ രക്ഷകനായി കർത്താവായി സ്വീകരിക്കാമെന്ന് തന്റെ ഇടത്തോട് പറയാൻ കഴിയുന്നവർ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. അല്പസമയം നമ്മൾ പ്രാർത്ഥിക്കാൻ പോയി. ഒരു പക്ഷേ ഇത്രയും പേര് ഇരിക്കുമ്പോൾ ആമൻ അവരെ മുന്നോട്ട് വിളിക്കുമ്പോൾ അവർക്ക് വരാൻ ആദ്യം ആമൻ ഒരു മടി ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ നിൽക്കുന്ന അവിടെ തന്നെ നിൽക്കേ, ഒന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് രാത്രി അങ്ങയെ സ്വീകരിച്ച് അങ്ങയുടെ വചനം സ്വീകരിച്ച് രക്ഷയിലേക്ക് വന്ന സ്നാനപ്പെടാൻ തീരുമാനമെടുത്ത നിന്റെ മക്കൾക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ആമൻ അങ്ങയുടെ രക്ഷ അവിടെ അനുഭവിക്കട്ടെ. അങ്ങയുടെ കൽപ്പിയാകുന്ന സ്നാനം അവർ സ്വീകരിച്ച് അങ്ങയോട് ചേരുവാൻ ദൈവം കൃപ ചെയ്യും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ഒറ്റ നിമിഷം ഒന്ന് തിരിഞ്ഞേ. 6 ഞാൻ പറഞ്ഞു, 1 ഞാൻ പറഞ്ഞില്ല. യേശുവിന്റെ മുതുകിൽ അവരടിച്ചു. പക്ഷെ എങ്ങനെ അടിച്ചെന്നറിയോ? ആദ്യം ഒരാള് അതുകൊണ്ട് ഈ ശരീരത്തെ 13 അടി, രണ്ടാമത്തെ ആള് ഇവിടെ 13 അടി, 13 ഇവിടെ, 13 ഇവിടെ. ജോസിഫസ് പറയുക, എല്ലുകൾ കാണാമായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് മൂന്നാമതൊരുത്തൻ വരും. അവൻ അടിക്കുന്നത് കൃത്യം സെന്ററില്ല, അവസാനത്തെ 13ാമത്തെ അടി. അത് ഈ സ്പൈനൽ കോഡ് ലക്ഷ്യമാക്കിയ 1 കുറയെ 39 അടി, 13 ഇവിടെ, 13 ഇവിടെ, 13 സെന്ററിൽ. ഈ അടിയിലാണ് പ്രവാചകൻ കണ്ടത് അവന്റെ അസ്ഥികൾ ബന്ധപ്പെട്ടുപോയി. എന്തിനാണല്ലേ? അവന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം തരാൻ. നിങ്ങളുടെ രോഗമുള്ള സ്ഥാനത്ത് ഒന്ന് കൈവെക്കാമോ? ഈ പുസ്തകം നെഞ്ചോട് ചേർത്ത് വെച്ച് ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുക. നിങ്ങളുടെ രോഗമുള്ളിടത്ത് നിങ്ങളുടെ വലതുകരം ഒന്ന് വെച്ചേ. നിങ്ങൾ എവിടെയാണ് രോഗം? ഒരു നിമിഷം നിങ്ങളുടെ വലതുകരം ഒന്ന് വെച്ചേ. സ്വർഗത്തിലെയും ഭൂമിയുടെയും നാഥനായ നസറത്തുകാരനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങ് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ വചനത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരുകളാ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇവിടെ ശരീരത്തിൽ വ്യാപരിക്കുന്ന സകല രോഗാത്മാവിനെയും ഞങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ട്യൂമറുകളും മാറട്ടെ, എല്ലാ ക്യാൻസറുകൾ സൗഖ്യമാവട്ടെ, അസ്ഥി സംബന്ധമായ എല്ലാ രോഗങ്ങളും ഇന്ന് രാത്രി സൗഖ്യമാകട്ടെ. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ നസറത്തുകാരനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇവരുടെ മേൽ പരിപൂർണ്ണ സൗഖ്യം വ്യാപരിക്കട്ടെ. നിങ്ങളുടെ വിശുദ്ധകരം ആ തലയിലേക്ക് ഒന്ന് വെക്കാമോ? പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആത്മീയ അധികാരത്തിൽ നിന്ന് ഈ നിൽക്കുന്ന ജനത്തെ, അവരുടെ കുടുംബത്തെ, അവരുടെ തലമുറയെ, അവരുടെ ബിസിനസ്സിനെ, അവരുടെ ജോലിയെ, ഈ സഭയെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ.